മക്കളെ നമസ്കാരം. 7ാം ക്ലാസ്സിലത്തെ കൊച്ചു കൂട്ടുകാരെ അല്ലേ? നമുക്ക് പരീക്ഷയ്ക്കുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങാം കേട്ടോ. നിങ്ങൾക്കറിയാലോ, നിങ്ങൾ 6th അതേപോലത്തെ ഒരു മോഡൽ തന്നെയാണ് 7th പ്രവർത്തനങ്ങളാണ് അല്ലെ. 5 6 പ്രവർത്തനങ്ങളാണ് നിങ്ങൾക്ക് തരിക. അപ്പൊ അതില് നിങ്ങളുടെ അവസാനത്തെ പാഠം ഉണ്ടല്ലോ, ഇൻവിയുടെ ആ കവിത, അത് ഒഴിവാക്കിയിട്ടാണ് മിസ് കുറെ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം എന്താന്ന് വെച്ചാല് അവസാനത്തെ പാഠം ചില സ്കൂൾസിലൊന്നും ടീച്ചേഴ്സിന് സമയം കിട്ടാണ്ട് എടുത്തിട്ടില്ല അത്രേ. അപ്പൊ അതിന് അധികം ക്വസ്റ്റ്യൻസ് വരില്ല എന്ന് നമുക്ക് അങ്ങ് പ്രതീക്ഷിക്കാം അല്ലേ. നോക്കാം നമുക്ക് കേട്ടോ. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ആദ്യത്തേത് അൺസീൻ പാസേജ് തന്നിട്ടുള്ള അവതാരണമായിരിക്കും. അതായത് നിങ്ങൾ ഇതുവരെ കാണാത്ത ഒരു ഖണ്ഡിക അങ്ങ് തരും നിങ്ങൾക്ക്. എന്നിട്ട് അത് വായിച്ചിട്ട് അതിന് കുറച്ച് ക്വസ്റ്റ്യൻസ് തരും. അത് എളുപ്പമാണ്, പക്ഷെ അത് ഞാൻ ഇവിടെ പ്രാക്ടീസ് ചെയ്യിക്കുന്നില്ല നിങ്ങളെ കൊണ്ട്. കാരണം എന്താന്ന് വെച്ചാല് പുറത്തുനിന്നുള്ള എന്ത് തന്ന് പ്രാക്ടീസ് ചെയ്യിച്ചിട്ടും എന്താ കാര്യം അല്ലേ. നിങ്ങൾക്ക് വ്യത്യസ്തമായ ഒന്നായിരിക്കും വരിക. അപ്പൊ പിന്നെ നമ്മൾ അങ്ങനെ സമയം കളയുന്നതിൽ അർത്ഥമില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടാമത്തെ തുടങ്ങാം കേട്ടോ. രണ്ടാമത്തെ എന്താന്ന് വെച്ചാല് മിന്നാമിനിങ്ങിനെ നക്ഷത്രമായിട്ട് കണ്ടു ഒരു കുട്ടി ഇല്ലേ. നക്ഷത്രം എന്നുള്ള കഥ നിങ്ങൾക്ക് അറിയാലോ. ആ കുട്ടി അന്ന് ഒരു ഡയറി എഴുതിയെന്ന് വിചാരിക്കും. അപ്പൊ നിങ്ങളുടെ കഥയിലുള്ള കുട്ടി കൊച്ചു കുഞ്ഞാണ്, അതിന് എഴുത്തും വായനയൊന്നും പഠിക്കാനുള്ള പ്രായമായിട്ടില്ല, അതൊക്കെ എനിക്കറിയാം. പക്ഷെ നിങ്ങളങ്ങ് സങ്കല്പിക്കുക, ആ കുട്ടി ഇത്തിരി വലുതായി, ആ കുട്ടി ഒരു 1ാം ക്ലാസ്സിലും അല്ലെങ്കിൽ 2ലും 3ലൊക്കെ ആണ്. എന്നിട്ടും ആ കുട്ടി നക്ഷത്രത്തിനെ മിന്നാമിനിങ്ങനെ നക്ഷത്രത്തിന് വിചാരിച്ചു എന്ന് വിചാരിക്കും. നിങ്ങൾ അങ്ങനെ വിചാരിക്കുക. ആ കുട്ടി അന്നത്തെ ദിവസം എഴുതാനിടയായ ഡയറിയാണ് ചോദ്യം. എങ്ങനെയാ നമ്മൾ ഡയറി എഴുതുക? നിങ്ങളൊന്ന് വിചാരിക്കും, നിങ്ങളാണ് ആ കുട്ടി. ഓക്കെ, നിങ്ങള് ഒരു മിന്നാമിനിങ്ങനെ കണ്ട് നക്ഷത്രമാണെന്ന് വിചാരിച്ചു. അച്ഛനോട് അതിനെ മേടിച്ചു തരാൻ വാശിയൊക്കെ പിടിച്ചു അല്ലേ. എന്നിട്ടാണ് മനസ്സിലാവുക അത് വെറും ഒരു ജീവിയായിരുന്നു എന്നൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ഡയറി എഴുതാൻ പോവാണ് കേട്ടോ. ഡയറി എഴുതേണ്ട മോഡല് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചിരിക്കുക. ആ മോഡൽ ഒരിക്കലും നിങ്ങൾ തെറ്റിക്കാൻ പാടില്ല. നമ്മൾ എവിടുന്ന ഡയറി തുടങ്ങുക? ഇതിപ്പോ ഒരു ഡയറി താളാണ് എൻ്റെ മുമ്പിലുള്ളതെന്ന് വിചാരിക്കും. അപ്പോൾ നമ്മൾ ഡയറി തുടങ്ങുമ്പോൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഡയറി തുടങ്ങുമ്പോൾ ആദ്യം എഴുതേണ്ടത് ഡേറ്റ് ആണ് കേട്ടോ. നിങ്ങളുടെ എക്സാമിന്റെ ഡേറ്റ് ഏതാന്ന് വെച്ചാൽ അതങ്ങ് എഴുതിയേക്കുക. ഏതാ നിങ്ങളുടെ എക്സാം? എന്നാ? 3-ാം തീയതി ആണോ? സെപ്റ്റംബർ 3-ാം തീയതി ആണോ? 3/7/2004 ഏതെങ്കിലും ഒരു ഡേറ്റ് എഴുതിയേക്കുക കേട്ടോ. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? ഡേറ്റ് എഴുതണം. ഡേറ്റ് എഴുതി കഴിഞ്ഞാൽ അതിന്റെ താഴെ എഴുതേണ്ടത് എന്താന്ന് വെച്ചാൽ ഏത് ആഴ്ചയാണ് അതെന്ന്. നമുക്ക് ഫ്രൈഡേ എന്ന് എഴുതാം. മിസ്സേ 3-ാം തീയതി ഫ്രൈഡേ അല്ല, അങ്ങനത്തെ വർത്താനങ്ങളൊന്നും ഇപ്പൊ പറയണ്ട. ഏതെങ്കിലും ഒരു ആഴ്ചയുടെ പേര് എഴുതുക. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, ഡയറി കുറിപ്പിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഡയറി കുറിപ്പിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഡേറ്റ് എഴുതണം. ഡേറ്റിന് താഴെ വേണം സ്ഥലം എഴുതാം കേട്ടോ. ഇത് എവിടെ എഴുതേണ്ടത്? ഇവിടെ നമ്മുടെ വലത്ത് കൈയുടെ മുകളിലായിട്ട്. അപ്പൊ ഇതൊരു ഷീറ്റ്, നിങ്ങളുടെ എക്സാം പേപ്പർ ഇതാണെന്ന് സങ്കല്പിക്കുക. ഒരു ചതുരത്തിലുള്ള എക്സാം പേപ്പർ ആണ് ഇത്, നിങ്ങൾ സങ്കല്പിക്കൂ. ഇതാണ് നിങ്ങളുടെ എക്സാം പേപ്പർ കേട്ടോ. ഇത് നിങ്ങളുടെ എക്സാം പേപ്പർ ആണെന്നുണ്ടെങ്കിൽ ഇവിടെയായിട്ട് നിങ്ങൾ സ്ഥലവും നിങ്ങൾ ഡേറ്റും ഇത് ആഴ്ചയിലത്തെ ദിവസവും എഴുതണം. വേറെ ഒന്നും അല്ല എഴുതേണ്ടത്. ലെറ്റർ എഴുതുന്നത് പോലെ പ്ലേസും ഡേറ്റും അല്ല എഴുതേണ്ടത്. ഡേറ്റും ആഴ്ചയുടെ സ്ഥലവും, ഇന്ന ഡേറ്റ് ഇന്ന തീയതി ഇന്ന ആഴ്ച. ഇതാണ് ഡയറി. ഡയറിയുടെ ഒരു മോഡൽ. എന്നിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഡയറി എഴുതി തുടങ്ങണം അല്ലേ. ഡയറി എഴുതി തുടങ്ങുമ്പോൾ നമ്മൾ ആദ്യം എന്താ എഴുതേണ്ടത്? ഡയറിയിൽ തുടക്കത്തിലെ സംഭവത്തിലേക്ക് അങ്ങോട്ട് കടക്കില്ല കേട്ടോ. ഡയറി എഴുതുമ്പോൾ നമ്മൾ ആദ്യം അന്നത്തെ ദിവസം എന്തായിരുന്നു, ദുഃഖമുള്ള ദിവസമായിരുന്നോ സന്തോഷമുള്ള ദിവസമായിരുന്നോ, അതല്ലെങ്കിൽ അന്ന് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടായോ, അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ആണ് ആദ്യം എഴുതേണ്ടത്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം ഇവിടെ എന്തെഴുതാം? ഇന്ന് എന്ന് പറഞ്ഞിട്ട് വേണം മിക്കവാറും നമ്മൾ ഡയറി തുടങ്ങുക കേട്ടോ. ഇന്ന്, ബാക്കി നിങ്ങളുടെ ഭാവന. അതായത് ഇന്ന് സന്തോഷം നിറഞ്ഞ ദിവസമായിരുന്നു എന്നോ ദുഃഖം നിറഞ്ഞ ദിവസമായിരുന്നു എന്നോ എന്താ നിങ്ങൾക്ക് തോന്നണമെന്ന് വെച്ചാൽ അങ്ങ് എഴുതിക്കോളൂ കേട്ടോ. ഇന്ന് ആ കുഞ്ഞിനെ സംബന്ധിച്ച് എന്താണ്? ഒരുപക്ഷെ ദുഃഖം നിറഞ്ഞാന്നാവും എഴുതുക. കാരണം ആ കുഞ്ഞ് വിചാരിച്ച നക്ഷത്രം വെറും ഒരു കീടമായി മാറി അല്ലേ. അത് നിങ്ങളുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇന്ന് ഒരു ദുഃഖമുള്ള ദിവസമായിരുന്നു എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഡയറി തുടങ്ങാം. പിന്നെ എന്താ എഴുതുക? ഓരോ സംഭവങ്ങളായിട്ട് ആദ്യം തന്നെ ഉണ്ടായിട്ടുള്ള സംഭവത്തിന്റെ ഒരു ചെറിയ രൂപം എഴുതും ഡയറിയിൽ, കുഞ്ഞു രൂപം അല്ലെ. ആ കുഞ്ഞു രൂപം എങ്ങനെയാ വരിക? ഇന്നൊരു വിഷമം നിറഞ്ഞ ദിവസമായിരുന്നു, ഞാൻ ഇന്നൊരു മിന്നാമിനിങ്ങിനെ കണ്ട് അത് നക്ഷത്രമാണ് എന്ന് കരുതി. ഒരു കുഞ്ഞു രൂപമായല്ലോ അല്ലെ.
അടുത്തതായിട്ട് വിശദീകരിച്ചു തുടങ്ങാം. വിശദീകരിച്ചിട്ട് എന്താ, നിങ്ങൾക്ക് ആ കഥ തന്നെ എഴുതി വെക്കാം ഒരു ഡയറി കുറിപ്പായിട്ട് അല്ലേ. അച്ഛനും ഞാനും കൂടെ, കുട്ടി എന്നുള്ള സ്ഥലത്തൊക്കെ ഞാൻ എന്നാക്കി മാറ്റുക കഥ. അച്ഛനും ഞാനും കൂടെ നിൽക്കുമ്പോഴാണ് ഞാൻ ഒരു നക്ഷത്രം പാറിപ്പോകുന്നത് കണ്ടത്. ആ നക്ഷത്രത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു അല്ലേ. പക്ഷെ അച്ഛൻ പറഞ്ഞു അത് നക്ഷത്രമൊന്നുമല്ല, ഒരു ജീവിയാണെന്ന് പറഞ്ഞു. അച്ഛന് വിവരമില്ല എന്ന് ഞാൻ കരുതി അല്ലേ. അച്ഛനൊരു പൊട്ടനാണ് എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞു. മിന്നാമിനിങ് വേണം, അല്ല നക്ഷത്രം വേണമെന്ന് വാശി പിടിച്ചു. എൻ്റെ വാശി കാരണം അച്ഛൻ ആ പ്രാണിയെ എനിക്ക് പിടിച്ച് തന്നു അല്ലേ. ആ പ്രാണിയെ എനിക്ക് പിടിച്ചപ്പോൾ ആദ്യം അത് പ്രാണിയാണ് എന്നറിഞ്ഞപ്പോൾ ഞാനൊന്ന് കൈ കുടഞ്ഞു പ്രാണി കയ്യിലെത്തിയപ്പോൾ. പക്ഷെ പിന്നീട് അച്ഛൻ അതിനെ പിടിച്ച് എനിക്ക് ഉറങ്ങാൻ വേണ്ടി ഒരു കുപ്പിയിലിട്ട് എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് വെച്ച് തന്നു. പിന്നെന്താണ്, രാത്രിയിൽ ഞാൻ സ്വപ്നം കണ്ടു. എന്തൊക്കെയാണ് സ്വപ്നം കണ്ടത് അല്ലേ. 7 കുതിരകളെ പൂട്ടിയ വലിയ തേര് കണ്ടു, മഴവില്ലിനെ കണ്ടു, അതിനും മുകളിൽ നക്ഷത്രങ്ങളെ കണ്ടു, അമ്മയെ സ്വപ്നം കണ്ടു, സ്നേഹമുള്ള അമ്മയുടെ മുഖം കണ്ടു, അമ്മയുടെ തിളങ്ങുന്ന കമ്മല് കണ്ടു. അപ്പൊ ഞാൻ ആലോചിച്ചു, എൻ്റെ അമ്മയുടെ മുഖത്തിന്, എൻ്റെ അമ്മയുടെ കമ്മലിന് നക്ഷത്രത്തെക്കാൾ തിളക്കമുണ്ടല്ലോ, ഇത് വിട്ടിട്ടാണോ ഞാൻ ഈ നക്ഷത്രത്തെ പിടിക്കാൻ പോയതെന്ന് അല്ലേ. പെട്ടെന്ന് ഞാൻ കണ്ണു തുറന്നപ്പോഴാണ് കുപ്പിയിൽ ഞാൻ അടച്ചിരുന്ന നക്ഷത്രം ഒരു ജീവി, അത് ചത്തു കിടക്കുന്നു അല്ലെ, അതിന് ഉറുമ്പിരിക്കുന്നത് കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് എൻ്റെ അമ്മയെ കാണാൻ തോന്നി. ഞാൻ നിലവിളിച്ചുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. ഇത്രയും നമുക്ക് എഴുതാലോ അല്ലേ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും കൂടി എഴുതാം. എന്തെന്ന്, പിന്നെ നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ എഴുതാം നമ്മുടെ മനസ്സിൽ. അതായത് അമ്മയില്ലാത്ത കുഞ്ഞാണ്, അമ്മയില്ലാത്ത കുഞ്ഞിൻ്റെ മനസ്സിൽ പിന്നെ ഡയറി എഴുതുമ്പോൾ എന്തെല്ലാം വന്നിരിക്കാം അല്ലേ. അപ്പോൾ നക്ഷത്രം പോലെ ശോഭയുള്ള, നക്ഷത്രം പോലെ തിളങ്ങുന്ന കണ്ണുകളുള്ള അമ്മയെ കാണാനാണ് ഞാൻ ആഗ്രഹിച്ചത്. എന്നാവും എനിക്ക് ഇനി എൻ്റെ അമ്മയെ കാണാൻ സാധിക്കുക എന്നെഴുതിയിട്ട് ഡയറി കുറിപ്പ് അവസാനിപ്പിക്കാം. അപ്പൊ അതിൽ അവസാനം ഞാൻ പറഞ്ഞ സെന്റൻസ് ഉണ്ടല്ലോ മക്കളെ, സെന്റൻസുകൾ, അത് നിങ്ങളുടെ ക്രിയേറ്റീവ് പാർട്ടാണ് അല്ലേ. ബാക്കിയൊക്കെ നമുക്ക് ആ പാഠം ഒരുവിധം വായിച്ചിട്ടുണ്ടെങ്കിൽ എഴുതാൻ പറ്റും. ഇപ്പൊ ഫോർമാറ്റ് ഇതാണെന്ന് അറിഞ്ഞാൽ ആദ്യം ഇന്നൊരു നല്ല ദിവസമാണെന്ന് പറഞ്ഞിട്ട് ആ കഥ അങ്ങനെ എഴുതി വെച്ചാൽ ഡയറി കുറിപ്പായി. പിന്നെ അതിന് താഴെയുള്ള 2 സെന്റൻസ് നിങ്ങൾ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ആ കുട്ടി അങ്ങനെയൊക്കെ എഴുതിയേക്കാം എന്നൊക്കെ വിചാരിച്ച് എഴുതുന്നതാണ് കേട്ടോ. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം. ഇതിനിങ്ങനെ നിശ്ചിതമായ നിയമങ്ങളൊന്നുമില്ല. ഞാനതൊരു അമ്മയില്ലാത്ത കുഞ്ഞാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ ഭാവനയിൽ വന്ന 2 സെന്റൻസ് ഞാൻ പറഞ്ഞു തന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എഴുതാം, സ്വന്തം ഭാവന ഉപയോഗിക്കാം. ഓക്കെ, അടുത്തത് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാനാണ്. പ്രവർത്തനം 2 അല്ലേ. അപ്പൊ മിസ് ഇത് മായ്ക്കാണ് കേട്ടോ. ഡയറി കുറിപ്പ് നമുക്ക് മായ്ച്ചു കളയാം. ഇനി നിങ്ങൾക്കൊരു പോസ്റ്റർ മേക്കിങ്ങും അതും ഇതൊക്കെ വരുമ്പോൾ എഴുതാനുണ്ട്. ഓക്കെ, അപ്പൊ ഇത് മായ്ക്കാം. അടുത്തത് നമുക്ക് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ പഠിക്കാം. എന്താ ഈ ആസ്വാദനക്കുറിപ്പ് എന്ന് വെച്ചാൽ, ഒരു കവിത നമ്മൾ വായിക്കും അല്ലെ. അത് വായിച്ചിട്ട് നമ്മൾ അത് എങ്ങനെയാണോ ആസ്വദിച്ചത്, നമുക്കത് എന്തോരം ഇഷ്ടമായി എന്ന് പറയുന്നതിനെയാണ് ആസ്വാദനക്കുറിപ്പ് എന്ന് പറയാ. നിങ്ങൾ സിനിമയൊക്കെ കാണാൻ പോവില്ലേ ഇല്ലേ. തിയേറ്ററിൽ പോയിട്ട് പുതിയ സിനിമയൊക്കെ കണ്ടുവരുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് ചിലപ്പോൾ ചോദിക്കും എന്തെന്ന്, എങ്ങനെ ഉണ്ടായിരുന്നു സിനിമ എന്ന് പറയും. അടിപൊളിയായിട്ട് നിങ്ങൾ സിനിമേനെ പറ്റി റിവ്യൂ പറഞ്ഞു കൊടുക്കും ഇല്ലേ. നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല. അതേസമയം ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞാൽ അപ്പൊ സംശയ, മിസ്സേ ഫസ്റ്റ് സെന്റൻസ് എന്താ എഴുതേണ്ടി വരിക, എത്ര പാരഗ്രാഫ് വേണം, ഇങ്ങനത്തെ കൺഫ്യൂഷനൊന്നും വേണ്ട. ഒരു സിനിമ പോലെ നിങ്ങളൊന്ന് സങ്കല്പിക്കുക ഒരു കവിതേനെ, എന്നിട്ട് നിങ്ങൾക്ക് അതെങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാം. ഉദാഹരണമായിട്ട് നമുക്ക് ദിനാന്ത സഞ്ചാരം എന്നുള്ള കവിതയ്ക്ക് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കി നോക്കാം. അപ്പൊ നമ്മുടെ മുമ്പിൽ ആ കവിതയൊന്ന് വേണം അല്ലെ, എന്നാലല്ലേ നമുക്ക് തയ്യാറാക്കാൻ പറ്റുള്ളൂ. കവിത നോക്കാം കേട്ടോ. നോക്കൂ, ഇതാണ് കവിത അല്ലെ. പ്രായേണ പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വല്ലീതരു മണ്ഡലത്താൽ പരക്കെ നൽപ്പച്ച നിറംപെടുന്നി കുന്നെത്രയും കൺകുളിരേകിടുന്നു. കുന്നിനെ കുറിച്ചുള്ള ഒരു കവിതയാണെന്ന് നമുക്ക് മനസ്സിലായി, നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത് അല്ലെ. ഒരു കുന്നിനെ കുറിച്ചാണ്. ആസ്വാദനക്കുറിപ്പിൽ അപ്പം നമ്മൾ ആദ്യം പറയേണ്ടത് എന്താന്ന് വെച്ചാൽ, എന്തിനെ പറ്റിയാണ് ഈ കവിത, എന്തിനെ പറ്റിയാണ്, കേരളത്തിലെ ഒരു കുന്നിനെ പറ്റിയാണ്. ആസ്വാദനക്കുറിപ്പിൽ നമ്മൾ ആദ്യം തന്നെ അത് എഴുതുക. ഒരു ദിനാന്ത സഞ്ചാരം എന്ന കവിത ഒരു കുന്നിനെ വർണ്ണിക്കുന്ന കവിതയാണ്. അപ്പൊ വായിക്കുന്ന ടീച്ചർക്ക് മനസ്സിലാവും, കുട്ടി കവിത വായിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും അല്ലെ. ഒരു കുന്നിനെ
പ്രകൃതിയെ വർണ്ണിക്കുന്ന കവിതയാണ് കേട്ടോ. ഇനി ഈ കുന്നും പ്രകൃതിയും ഒക്കെ എവിടെയാ ഉള്ളത്? നമ്മുടെ കേരളത്തിൽ അല്ലെ. കേരളത്തിന്റെ ഒരു പ്രത്യേകതയാണത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് എഴുതാം അല്ലെ. നമ്മുടെ കേരളത്തിന്റെ ഭാഗമായ, കേരളത്തിന്റെ ഭൂപ്രകൃതിയുടെ ഭാഗമായ കുന്നിനെയും മലകളെയും എല്ലാം വളരെ മനോഹരമായിട്ട് നമ്മുടെ മനസ്സിൽ തട്ടുന്നത് പോലെ ഈ കവിതയിൽ വർണ്ണിക്കുന്നുണ്ട്. ഈ 2 സെന്റൻസ് എഴുതിയ നിങ്ങളുടെ ഇൻട്രൊഡക്ഷനായി. ഓക്കെ. അപ്പൊ ആദ്യം എന്താ എഴുതേണ്ടത്? ഇന്ന കവിയുടെയാണ്, അത് എന്തിനെയാണ് വർണ്ണിക്കുന്നത്, അത് എത്ര നന്നായിട്ട് വർണ്ണിക്കുന്നുണ്ട് എന്ന് എഴുതി വെച്ചാൽ ഇൻട്രൊഡക്ഷൻ പാരഗ്രാഫ് കഴിഞ്ഞു. ഓക്കെ. ഇനി നമുക്ക് കവിതയുടെ ഗദ്യരൂപമാണ് എഴുതി വെക്കേണ്ടത് ആസ്വാദനത്തിൽ. മനസ്സിലായല്ലോ? അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത് ഇന്ന കവിയുടെ കവിതയാണ് എന്ന് എഴുതി വെക്കാം. ഇന്ന കവി എഴുതിയിട്ടുള്ള കവിതയാണ് എന്ത്? ഒരു ദിനാന്ത സഞ്ചാരം. അങ്ങനെ എഴുതുക. അതിനുശേഷം ഈ കവിതയിൽ എന്താണ് വർണ്ണിക്കുന്നത് എഴുതുക. കുന്നിനെയാണ് വർണ്ണിക്കുന്നത്. ഇനി അത് എങ്ങനെ വർണ്ണിക്കുന്നുണ്ടെന്ന് എഴുതുക. എന്താ എഴുതേണ്ടത്? നമ്മുടെ കേരളത്തിന്റെ അനുഗ്രഹമായ മലനിരകൾ അല്ലെ. കേരളത്തിന്റെ അനുഗ്രഹമായ മലനിരകളെ നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ, നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ ഈ കവി വർണ്ണിച്ചിട്ടുണ്ട്. അങ്ങനെ 3 സെന്റൻസ് നിങ്ങൾ എഴുതിയാൽ, നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, 7ാം ക്ലാസ് വരെ അല്ലേ, അപ്പൊ 3 സെന്റൻസ് ഒക്കെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഇൻട്രൊഡക്ഷൻ മതി. 10ാം ക്ലാസ്സിലെ വലിയ ചേച്ചിമാരുടെ പോലെ 5-6 ഒന്നും എഴുതണ്ട. നിങ്ങൾ കുഞ്ഞു കുട്ടികളാണ്, അതുകൊണ്ട് 3 സെന്റൻസ്, 3 ചെറിയ സെന്റൻസ് എഴുതിയാൽ മതി. ഇന്ന കവിയാണ് ഇത് എഴുതിയിട്ടുള്ളത്, കുന്നിനെ കുറിച്ചാണ് വിവരിക്കുന്നത്, അത് കേരളത്തിന്റെ അനുഗ്രഹമായ മലനിരകൾ അല്ലെ. കേരളത്തിന് കിട്ടിയിട്ടുള്ള ഒരു അനുഗ്രഹമാണ് കുന്നും മലയൊക്കെ. അത് നമ്മുടെ മനസ്സിൽ തട്ടുന്ന വിധത്തിൽ, ആസ്വദിക്കാൻ പറ്റുന്ന വിധത്തിൽ കവി അത് വർണ്ണിച്ചിട്ടുണ്ടെന്ന് എഴുതാം. 3 സെന്റൻസ്. അടുത്തതായിട്ട് നമുക്ക് ഇതിന്റെ തന്നെ ഗദ്യരൂപം എഴുതി വെക്കാം. എന്താ അത് പറഞ്ഞേക്കുന്നത്? അനേകം വള്ളികളാൽ അല്ലെ, പത്രങ്ങൾ നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വള്ളികളാൽ, ഇലകളെല്ലാം നിറഞ്ഞു തിങ്ങി നിൽക്കുന്ന വള്ളികൾ കൊണ്ട് നല്ല പച്ച നിറമുള്ള കുന്ന് കണ്ണിന് കുളിരു നൽകുന്നു എന്നാണ് കവി വർണ്ണിക്കുന്നത്. അടുത്ത പാരഗ്രാഫ് അല്ലെ. അപ്പൊ കുന്നിനെ എങ്ങനെയാ വർണ്ണിക്കുന്നത്? ധാരാളം ഇലകളും വള്ളികളും തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന കുന്ന്, അതിന്റെ പച്ച നിറം കാരണം നമ്മുടെ നോക്കുന്നവരുടെ കണ്ണിന് കുളിര് നൽകുന്നു. ഓക്കെ. ഇനി പച്ച നിറത്തിന്റെ ഇടയ്ക്കിടയ്ക്ക് ചുവന്ന മണ്ണ് കാണാം. അതെന്തുപോലെയാന്നാ പറഞ്ഞത്? പച്ച ചായത്തിന്റെ ഇടയ്ക്ക് ഈ ചിത്രകാരന്മാരൊക്കെ പെയിന്റ് അടിച്ചതുപോലെ, ചായപ്പണി എന്ന് വെച്ചാൽ പെയിന്റ് അടിക്കുക കേട്ടോ, ചിത്രകാരന്മാര് ചായപ്പണി ചെയ്തതുപോലെ, പുതിയ നിറങ്ങൾ കൂട്ടിയതുപോലെ, അതായത് നല്ല പച്ച നിറത്തിലുള്ള ഒരു പെയിന്റിങ്ങിന്റെ ഇടയിൽ ചുവന്ന ചായം തേച്ച പോലെ ഒരു ചിത്രകാരൻ, ഈശ്വരനാകുന്ന ചിത്രകാരനാണ് അല്ലേ മക്കളെ ഈ പ്രപഞ്ചമൊക്കെ ഇങ്ങനെ നല്ല ഭംഗിയിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഏതോ ഒരു ചിത്രകാരൻ പച്ച നിറത്തിന്റെ ഇടയിൽ ചുമന്ന ചായം അടിച്ചതുപോലെ ഈ പച്ചക്കുന്നിന്റെ ഇടയിൽ ചുമന്ന മണ്ണ് കാണുന്നുണ്ട്. പിന്നെ മരങ്ങള്, പച്ച ഇലകള്, തളിരിലകള്, പൂക്കള്, പുല്ല്, ഇതിലൊക്കെ ഇളംവെയിൽ വന്ന് വീഴുന്നത് കൊണ്ട് ഒരു പ്രത്യേക നിറം ഉണ്ടാവുന്നുണ്ട് ആ കുന്നിന്. ആ കുന്നിലുള്ള ഒരു പുല്ലിലും ഇലയിലും തളിരിലയിലും പൂവിലും എല്ലാത്തിലും സൂര്യന്റെ ഇളംവെയിൽ വന്ന് വീഴുന്നത് കൊണ്ട് ഒരു പ്രത്യേക നിറത്തിലുള്ള ഭംഗി, ഒരു പ്രത്യേക നിറം അവിടെ വന്നു ചേരുന്നുണ്ട്. അടുത്ത വരികൾ നോക്കാം കേട്ടോ. ഇനി ചില സ്ഥലത്ത് മേഘം മറഞ്ഞിരിക്കുന്നു അല്ലെ. കുന്നിന് ദൂരെ നിന്ന് നോക്കുമ്പോൾ ചില സ്ഥലത്ത് മേഘം മറഞ്ഞിരിക്കുന്നു, ചില സ്ഥലം നമുക്ക് കാണാൻ പറ്റുന്നു കുന്നിന്റെ, ചില സ്ഥലം ഉയർന്നു കാണുന്നു, ചില സ്ഥലം താഴ്ന്നു കാണുന്നു. ഇങ്ങനെ കാണുന്ന ഈ മല കാണാൻ എന്തൊരു ഭംഗിയാണ്. ഓക്കെ. പിന്നെ ഇലകളെല്ലാം ഇളകുമ്പോൾ അതിൻ്റെ ഇടയിലൂടെ കാണുന്ന ആകാശം ഉണ്ടല്ലോ, ആ ആകാശം നോക്കുമ്പോൾ നമുക്ക് ആ കുന്നിന്റെ അപ്പുറത്ത് ഒരു സമുദ്രമുള്ള പോലെ തോന്നും. അതാണ് ഇതിന്റെ ആസ്വാദനം അല്ലെ. ആ അർത്ഥം ചെറുതാക്കി എഴുതി വെക്കുക നമ്മൾ കേട്ടോ. ഇപ്പൊ ഒരു 5 ഇതിന്റെ അർത്ഥം എഴുതുമ്പോൾ തന്നെ നമുക്കൊരു 2 പാരഗ്രാഫ് കിട്ടും അല്ലെ. വലിയ പ്രവർത്തനമാണല്ലോ. എന്നിട്ട് താഴെ എഴുതുക എന്തെന്ന്? ഇങ്ങനെ കുന്നിനെ പലതരത്തിൽ വർണ്ണിച്ചിരിക്കുന്നു അല്ലെ. ആകാശത്തെ സമുദ്രമായി വർണ്ണിച്ചിരിക്കുന്നു, കുന്നിന്റെ പച്ച നിറത്തെ വർണ്ണിച്ചിരിക്കുന്നു. ഇത്തരം മനോഹരമായിട്ട് വർണ്ണിച്ചിരിക്കുന്നത് കൊണ്ട് ഈ കവിത വളരെ നന്നായിട്ടുണ്ടെന്ന് എഴുതുക. കൊച്ചു കുഞ്ഞുങ്ങളല്ലേ, നിങ്ങൾ അത്ര എഴുതിയാൽ മതി. ആസ്വാദനക്കുറിപ്പ് നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ഓക്കെ. അടുത്തത് ഇനി പ്രവർത്തനം 4 ആണ് കേട്ടോ. നീലക്കുറിഞ്ഞികൾ പൂത്ത കാഴ്ച കണ്ട്
നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തിന് ഒരു കത്ത് തയ്യാറാക്കാൻ. അപ്പൊ ഇത് ഈ പ്രവർത്തനങ്ങളുടെ പ്രത്യേകത എന്താന്ന് വെച്ചാലേ അധികവും നിങ്ങളുടെ ടെക്സ്റ്റ് ബേസ്ഡ് ആയിട്ടാണ് പ്രവർത്തനങ്ങൾ തരുന്നത്. അപ്പൊ ചിലപ്പോൾ കുട്ടികൾക്ക് സംശയം തോന്നും, ഈ പ്രവർത്തനങ്ങളൊക്കെ പുറത്തുനിന്ന് മിസ്സേ വരുന്നത്, ഞങ്ങൾ എന്തിനാ ടെക്സ്റ്റ് പഠിക്കുന്നതെന്ന്. അങ്ങനെയല്ല മക്കളെ, നമ്മൾ ടെക്സ്റ്റ് പഠിച്ചു വെച്ചാലേ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. പുറമേ നിന്നാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് കത്തെഴുതാനൊക്കെ. പക്ഷെ എല്ലാത്തിൻ്റെയും ബേസ് എന്താ? നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെയാണ് അല്ലെ. ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് എഴുതാനാണ് പറയുന്നത് കേട്ടോ മക്കളെ. അപ്പൊ നമുക്ക് നോക്കാം. നിങ്ങൾ സുഹൃത്തിനൊരു കത്തെഴുതുക. നിങ്ങളുടെ ഡിയർ ഫ്രണ്ടിനെ ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. എന്നിട്ട് നിങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ മൂന്നാർ പോയിന്ന് വിചാരിക്കും. 12 വർഷത്തിലൊരിക്കൽ പൂക്കുന്ന നീലക്കുറിഞ്ഞി കാണാൻ. എന്നിട്ട് കത്തങ്ങ് എഴുതുക കേട്ടോ. കത്തെഴുതുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താ മക്കളെ? ഇവിടെ സ്ഥലം. മിസ് നേരത്തെ ഡയറി കുറിപ്പിൽ പറഞ്ഞ പോലെ തന്നെ ഇതാണ് നിങ്ങളുടെ എക്സാം ഷീറ്റ് എന്ന് വിചാരിക്കൂ. ഇവിടെ തുടങ്ങി നിങ്ങളുടെ എക്സാം ഷീറ്റ് അങ്ങ് തുടങ്ങുകയാണ് കേട്ടോ. ഇത് നിങ്ങളുടെ മിസ് ബൗണ്ടറി വരയ്ക്കുന്നത് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഇതാണ് നിങ്ങളുടെ എക്സാം ഷീറ്റ്. ഇവിടെ തുടങ്ങി ഇങ്ങോട്ട് നിങ്ങളുടെ എക്സാം ഷീറ്റാണ് കയ്യിലുള്ളെങ്കിൽ ഇവിടെ വലത് കൈയുടെ മുകളിലായിട്ട്, നിങ്ങളുടെ വലത് വശത്തിന്റെ മുകളിലായിട്ട് നിങ്ങൾ സ്ഥലം എഴുതണം. പിന്നെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? തീയതി എഴുതണം. പ്ലേസും ഡേറ്റും എഴുതണം. അത് നിർബന്ധമാണ് കേട്ടോ. പ്ലേസ് എഴുതി ഡേറ്റ് എഴുതി. ഓക്കെ. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാല് ഇവിടെ കൂട്ടുകാരനല്ലേ കൂട്ടുകാരിക്കല്ലേ കത്തെഴുതേണ്ടത്. അപ്പൊ പ്രിയപ്പെട്ട എന്ന് പറഞ്ഞിട്ട് എന്താണ് ആരുടെ പേരാ, എന്താ നിങ്ങൾക്ക് വിളിക്കാൻ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ അത്, നിക് നെയിം എന്താന്ന് വെച്ചാൽ അത് എഴുതിക്കൊള്ളാം. ഓക്കെ. എന്നിട്ട് നിങ്ങൾ ഇവിടെ നിന്ന് വേണം തുടങ്ങാൻ. കാണുന്നുണ്ടോ നിങ്ങൾക്ക്? പ്രിയപ്പെട്ടാന്ന് നമ്മൾ ഈ അറ്റത്തുനിന്ന് തുടങ്ങും അല്ലെ. ഇനി സുഖം, ആദ്യം തന്നെ സുഖവിവരമൊക്കെ ചോദിച്ചിട്ട് വേണം എഴുതാനായിട്ട്. അപ്പൊ ഇവിടെ വെച്ചിട്ട് നിനക്ക് സുഖം തന്നെയല്ലേ എന്നുള്ളത് ഇവിടെ വെച്ച് എഴുതാം കേട്ടാ. ഓക്കെ. നിനക്ക് സുഖം തന്നെയല്ലേ, ഇവിടെ നിന്ന് തുടങ്ങുക. അപ്പൊ പ്രിയപ്പെട്ടാന്ന് തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. ഇതാണ് ഇതിന്റെ ഫോമാറ്റ്. ഇവിടെ സ്ഥലം, തീയതി, ഇവിടെ നമ്മൾ സംബോധന പ്രിയപ്പെട്ട, അതിന് തൊട്ട് താഴെയായിട്ട് നിനക്ക് എന്ന് എഴുതുക. ഇനി ഇങ്ങനെ പറഞ്ഞു പോവാ. ഞാൻ എന്താ ചോദിക്കണ്ടേ? ആദ്യം ചോദിക്കണം സുഖം തന്നെയല്ലേ എന്ന് ചോദിക്കണം. അല്ലാണ്ട് തുടക്കത്തില് ഞാൻ അവിടെ പോയി ഇവിടെ പോയി എന്നും പറഞ്ഞു തുടങ്ങാൻ പാടില്ല. നിനക്ക് സുഖം തന്നെ എന്ന് കരുതുന്നു അല്ലെ. വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ? വീട്ടിലെല്ലാവരുടെയും കാര്യമൊക്കെ ചോദിക്കാം. വീട്ടിലെല്ലാവർക്കും സുഖം തന്നെയല്ലേ. ഇതായിരിക്കണം ഫസ്റ്റ് പാരഗ്രാഫ്. അപ്പൊ ഏത് കത്ത് വന്നാലും എൻ്റെ പൊന്നു മക്കളെ ഫസ്റ്റ് പാരഗ്രാഫ് ഒന്നാണ് കേട്ടോ. നിങ്ങൾക്ക് എന്ത് സബ്ജക്റ്റിനെ പറ്റി എഴുതാൻ വന്നോട്ടെ, ഫസ്റ്റ് പാരഗ്രാഫും ഫോർമാറ്റും ഒക്കെ ഒന്നാണ്. നിങ്ങൾക്ക് ഫ്രണ്ട്ലി ലെറ്റർ അധികം വരുള്ളൂ. അപ്പൊ ആദ്യം സ്ഥലം, തീയതി, പിന്നെ പ്രിയപ്പെട്ട കൂട്ടുകാരന് എന്നിട്ട് അടിയിൽ എഴുതി തുടങ്ങാം. അതിന്റെ പ്രിയപ്പെട്ട എന്ന് തുടങ്ങിയിട്ട് അതിന്റെ അടിയിൽ ഒരു ലെറ്റർ വിട്ടിട്ട് അതിന്റെ അടിയിൽ നിന്ന് നമുക്ക് എഴുതി തുടങ്ങാം. അതാണ് അതിന്റെ കണക്ക് കേട്ടോ. സാധാരണ ടീച്ചർമാർ പറയാ ഇങ്ങനെ 2 വിരൽ വെക്കാനാ പറയാ. ഈ മാർജിന്റെ അടുത്ത് 2 വിരൽ വെച്ചിട്ട്, അതിപ്പോ ഇവിടത്തെ സ്പേസും എൻ്റെ 2 വിരലും തമ്മിൽ യോജിക്കില്ല. നിങ്ങളുടെ ചെറിയ പേപ്പറിൽ കറക്റ്റ് നിങ്ങൾ 2 വിരൽ അല്ലെങ്കിൽ 3 വിരൽ വെച്ചിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ വിട്ടിട്ട് എഴുതി തുടങ്ങിക്കോളാൻ പറഞ്ഞു. അതാണ് ഒരു കണക്ക് കേട്ടോ. ഒരു പാരഗ്രാഫിന്റെ തുടക്കമൊക്കെ എത്ര സ്ഥലം വിട്ട് എഴുതണം മിസ് എന്ന് ചോദിക്കും ചിലവര്. ഇതിപ്പോ കത്താവുമ്പോഴും നമ്മളൊരു പാരഗ്രാഫ് ആണല്ലോ സ്റ്റാർട്ട് ചെയ്യണത്. അതുകൊണ്ടാണ് ഈ മാർജിന്റെ അവിടെ നിന്ന് ഇത്തിരി സ്ഥലം നമ്മൾ വിടുന്നത്. അപ്പൊ എത്ര സ്ഥലം വിടണം? ചിലവര് ഇവിടെയൊക്കെ കൊണ്ടു തുടങ്ങും. അങ്ങനെയൊന്നും തുടങ്ങരുത്. എത്ര സ്ഥലം? പരമാവധി 3 വിരൽ ഗ്യാപ്പ്. അത് നല്ല തടിയുള്ള നല്ല ഗുണ്ട് കുട്ടികൾ, നല്ല ഗുണ്ട് വിരലുള്ളവരാണെങ്കിൽ 2 വിരൽ ഗ്യാപ്പ്. അതാണ് അതിന്റെ കണക്ക് കേട്ടോ. ഈ 2 വിരൽ ഇങ്ങനെ പ്രിയപ്പെട്ടാന്ന് എഴുതിയതിന്റെ അടിയിൽ നിങ്ങൾ 2 വിരൽ വെച്ചേക്കുക. 2 വിരൽ കഴിഞ്ഞിട്ട് നിങ്ങൾ തുടങ്ങിയേക്കുക. നിനക്ക് സുഖം തന്നെയല്ലേ, വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു, വേറെ എന്തെല്ലാം ഉണ്ട് വിശേഷങ്ങൾ, പുതിയ സ്കൂളെല്ലാം എങ്ങനെയുണ്ട്, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടിയുടെ വിശേഷങ്ങൾ അങ്ങോട്ട് ചോദിച്ചിട്ട് ആദ്യത്തെ പാരഗ്രാഫ് ഫുള്ളാക്കുക. ഇനി രണ്ടാമത്തെ പാരഗ്രാഫിലേക്ക് കിടക്കാം. രണ്ടാമത്തെ പാരഗ്രാഫിൽ എന്താ എഴുതുക? മൂന്നാറിൽ പോയ കാര്യം അല്ലേ. ഞാൻ ഈ അവധിക്ക് അച്ഛനോടും അമ്മയോടും കൂടെ എങ്ങോട്ട് പോയിരുന്നു? മൂന്നാറിലേക്ക് പോയിരുന്നു. അവിടെ ഞാൻ ഒരു അപൂർവമായ കാഴ്ച കണ്ടു. എന്താണ് അപൂർവമായ കാഴ്ച? നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കണ്ടത്. നീലക്കുറിഞ്ഞികൾ പൂത്തു നിൽക്കുമ്പോൾ ഉള്ള പ്രത്യേകത എന്താന്നൊക്കെ നിങ്ങൾക്ക് അറിയാം. അതിനാണ് ടെക്സ്റ്റ് വായിക്കണമെന്ന് ഞാൻ പറഞ്ഞത് കേട്ടോ. ടെക്സ്റ്റിലുള്ള അതേ സെന്റൻസുകൾ നമുക്ക് എഴുതാം. നിനക്കറിയാമോ, 12 വർഷത്തിലൊരിക്കലാണ് നീലക്കുറിഞ്ഞികൾ പൂക്കുക. ഇതൊരു അപൂർവമായ കാഴ്ചയാണ്. മൂന്നാറിന്റെ മലനിരകൾ മുഴുവനും
ഒരു പൂങ്കടൽ, അങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റിൽ പറയുന്നത് അല്ലേ? പൂവ് കൊണ്ടുള്ള ഒരു കടൽ. ഒരു ചെറിയ കാറ്റ് വന്നാൽ പൂക്കളെല്ലാം കാറ്റിൽ ഇളകുന്നു. ഒരു കടലിൽ തിരമാല വരുന്നത് പോലെ. ഇനി പൂക്കളിൽ നിന്നും തേൻ കുടിക്കാൻ പലതരത്തിലുള്ള ചിത്രശലഭങ്ങളും വണ്ടുകളും ചെറിയ കിളികളും അവിടെയുണ്ട്. പിന്നെന്താ? പൂന്തേൻ കുടിച്ച് മയങ്ങിയ വണ്ടുകൾ അല്ലെ, പൂക്കളുടെ ഇതളുകളിൽ തന്നെ കിടന്നുറങ്ങുന്നത് രസകരമായ കാഴ്ചയാണ്. ഒക്കെ അറിയാലോ. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നെ ഞാൻ പറയണേ, ഞാൻ ഒന്നും ഉണ്ടാക്കി പറയണില്ല. കാരണം ടെക്സ്റ്റിലത്തെ അതേ സെന്റൻസുകൾ ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് എളുപ്പമാണല്ലോ അല്ലെ. ഇനി പൂമ്പാറ്റകളെയും ചെറിയ പ്രാണികളെയും ഭക്ഷിച്ച് ജീവിക്കുന്ന അല്ലെ, ആ പൂമ്പാറ്റകളെ തിന്ന് ജീവിക്കുന്ന ഉരകവർഗങ്ങളും ചെറിയ പക്ഷികളും ഉണ്ട് അവിടെ. പൂമ്പാറ്റകളെ തിന്ന് ജീവിക്കുന്ന ചെറിയ ചെറിയ പല്ലി വർഗത്തിൽപ്പെട്ട ജീവികളുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ടെക്സ്റ്റിലുള്ളതാ അല്ലെ. അവയും വലിയ സന്തോഷത്തിലാണ്. എന്താ കാരണം? പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ ധാരാളം പൂമ്പാറ്റകൾ വരുന്നത് കൊണ്ട് ആ ചെറു കിളികൾക്കും ആ ചെറിയ ഉരകവർഗത്തിൽപ്പെട്ട ജീവികൾക്കും ആ പല്ലികൾക്കും ഒക്കെ നല്ല ഭക്ഷണമാണ്, വിശാലാണ് അല്ലെ. അതുകൊണ്ട് അവയും സന്തോഷത്തിലാണ്. ആകെ മൂന്നാറ് മൊത്തം സന്തോഷത്തിലാണ്. ഒരു പ്രകൃതിക്ക് വേണ്ടി അല്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രകൃതി ഒരു ദൃശ്യോത്സവം ഒരുക്കിയിരിക്കുകയാണ്. ഒരു ലാവണ്യ ദൃശ്യോത്സവം, അതല്ലേ നിങ്ങളുടെ ടെക്സ്റ്റിന്റെ ഹെഡിങ്. അപ്പൊ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പ്രകൃതി ഒരുക്കി വച്ചിരിക്കുന്ന ഒരു ദൃശ്യോത്സവം തന്നെയാണ് ഈ നീലക്കുറിഞ്ഞി പൂത്ത കാഴ്ച. ഇത്ര എഴുതി വെക്കാം. എന്നിട്ട് അടുത്ത പാരഗ്രാഫ്. അപ്പൊ ആദ്യത്തെ പാരഗ്രാഫിൽ സുഖവിവരം ചോദിക്കുന്നു, രണ്ടാമത്തെ പാരഗ്രാഫിൽ നിങ്ങളുടെ ടെക്സ്റ്റ് തന്നെ നിങ്ങൾ ചുരുക്കി എഴുതുന്നു, മൂന്നാമത്തെ പാരഗ്രാഫിൽ ഇത് കാണാൻ പോയപ്പോൾ നീയും കൂടെ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി അല്ലേ. നിനക്കും ഇത്ര മനോഹരമായ കാഴ്ച കണ്ടാൽ നല്ല സന്തോഷമാവില്ലേ? നമുക്കൊന്നിച്ച് മൂന്നാറിലൂടെ നടക്കാമായിരുന്നു. അതൊരു സ്നേഹം അല്ലേ. എന്നിട്ട് വീട്ടിലെല്ലാവരോടും എൻ്റെ അന്വേഷണം പറയണം. അടുത്ത 12 വർഷം കഴിഞ്ഞ് നീലക്കുറിഞ്ഞി പോകുമ്പോൾ നമുക്ക് ഒന്ന് ഒരുമിച്ച് പോയി കാണണം അല്ലേ. അങ്ങനെയൊക്കെയല്ലേ നമ്മളൊരു സ്നേഹ വാഗ്ദാനം കൊടുക്കുക സുഹൃത്തിന്. ഇപ്പൊ നമ്മൾ കുട്ടികളാണ്, ഒരു 12 വർഷം കഴിയുമ്പോഴാണ് ഇനി വീണ്ടും നീലക്കുറിഞ്ഞി പോക്കുക. അപ്പൊ നമുക്ക് ഒന്നിച്ചു പോയി കാണാം എന്നൊക്കെ എഴുതി വെച്ചിട്ട് 3 പാരഗ്രാഫ് ആയില്ലേ മക്കളെ. അപ്പോ അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞിട്ട് അവസാനം 3 പാരഗ്രാഫൊക്കെ കഴിഞ്ഞു. ഇവിടെ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാം നമുക്ക് സ്ഥലം. ഇവിടെ കഴിഞ്ഞു എന്ന് വിചാരിക്കുമ്പോൾ ഇവിടെ വലത് കൈയിൽ തന്നെ കേട്ടോ, വലത് സൈഡിൽ തന്നെ നമ്മൾ എന്ത് എഴുതണം? എന്നാണ് കേട്ടോ എഴുതേണ്ടത്. എന്ന് സ്നേഹപൂർവം. ഓക്കെ, ഞാനിങ്ങനെ ഷോർട്ടാക്കി എഴുതുന്നേ ഉള്ളൂ, നിങ്ങൾക്കിതൊക്കെ അറിയാവുന്ന കാര്യമാണ്. എന്ന് സ്നേഹപൂർവം നിങ്ങളുടെ പേര് ഒപ്പ്. ഓക്കെ, സ്നേഹപൂർവം പേര് ഒപ്പ്. ഇത്രയാണ് അതിൻ്റെ ഫോർമാറ്റ്. ഓക്കെ, പേര് ഒപ്പ്. പേരിന്റെ അടിയിൽ ഒപ്പ് വേണം കേട്ടോ നിങ്ങൾക്ക്. അതുകൊണ്ട് സ്ഥലമില്ലാത്തതുകൊണ്ട് കാണാത്തതാണ്, സാരമില്ല, നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ് അല്ലേ. എന്ന് സ്നേഹപൂർവം പേര് ഒപ്പ്. പേരും ഒപ്പും ഇവിടെ വേണം. ഓക്കെ, ലെറ്റർ റെഡി ആയല്ലോ നമ്മുടെ അല്ലേ. ഇനി മിസ് മാക്കിട്ടെ ഇത്. നമുക്ക് അടുത്ത ചോദ്യം കേട്ടോ. ഇനി പ്രവർത്തനം 6 ആണ്. പ്രപഞ്ചം മുഴുവനും പൂമ്പാറ്റകൾ. ആരുടെ പാഠാ മക്കളെ? അത് ഓർമ്മ വരുന്നുണ്ടാവൂലേ? വൈൽഡ് ഫോട്ടോഗ്രാഫർ NA നസീർ, ഓർമ്മയില്ലേ? അതിനെയും അട്ടപ്പാടിയെയും താരതമ്യം ചെയ്യാനാ പറഞ്ഞേക്കണം നിങ്ങളോട്. നിങ്ങൾക്ക് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളതാണ് എന്ത്? പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അല്ലെ. അതിന്റെ അടിയില് വേറൊരു യാത്രാ വിവരണം നിങ്ങൾക്ക് അട്ടപ്പാടിയെ കുറിച്ച് കൂടി തന്നിട്ടുണ്ട്. അപ്പൊ ഈ മടിയന്മാരത് വായിച്ചിട്ടുണ്ടാവില്ല, എനിക്കറിയാം. ഉറപ്പല്ലേ? അത് മെയിൻ പാഠം തന്നെ കഷ്ടിപുഷ്ടിയാണ് എൻ്റെ മിസ്സെ വായിക്കണത്. ഇനിയാണ് മെയിൻ പാഠത്തിന്റെ അടിയിൽ ഒരു കോളത്തിൽ ചെറുതായിട്ട് കൊടുത്തേക്കുന്നത് ഞങ്ങൾ വായിക്കുക. മിസ്സിനെന്താ അല്ലേ? അപ്പോൾ ഇപ്പൊ നമുക്കൊന്ന് വായിക്കാതെ എന്തായാലും കേട്ടോ. അപ്പൊ നമുക്ക് നോക്കാം. ആദ്യം തന്നെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളിനെ
പൂമ്പാറ്റകളെ കുറിച്ച് പറഞ്ഞിട്ട് വേണം നമുക്ക് ഇതിലേക്ക് വരാനായിട്ട്. അട്ടപ്പാടി രണ്ടിനും തമ്മിൽ കമ്പയർ ചെയ്യാനാ പറഞ്ഞേക്കണത്. താരതമ്യക്കുറിപ്പ് എഴുതുക എന്നാണല്ലോ ചോദിക്കുക അല്ലെ. താരതമ്യക്കുറിപ്പ് എന്നുള്ളത് മക്കളെ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തനമാണ് നിങ്ങൾക്ക് വരാറുള്ളത് കേട്ടോ. യൂഷ്വലി എപ്പോഴും അതിങ്ങനെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടേ ഇരിക്കാറുണ്ട് നിങ്ങളോട്. ശരി, അപ്പൊ നോക്കാം. നമുക്ക് അട്ടപ്പാടി എന്നുള്ളത് എടുത്തു വെക്കുക നമ്മുടെ മുമ്പിൽ. കാരണം പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നുള്ളത് എന്തായാലും നിങ്ങൾ വായിച്ച് നിങ്ങളുടെ തലയിൽ ഉണ്ടായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. നമുക്ക് അട്ടപ്പാടിയിലേക്ക് പോവാം. അട്ടപ്പാടി അവിടെ നിൽക്കട്ടെ. ആദ്യം നമുക്ക് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നുള്ളതിന്റെ പ്രത്യേകത പറയാം, എന്നിട്ട് ഇതിന്റെ പ്രത്യേകത പറയാം, എന്നിട്ട് ഇതിന്റെ ഇങ്ങനെയാണ് താരതമ്യം അല്ലെ. അപ്പൊ ആദ്യം നമ്മൾ പറയേണ്ടത് എന്താണ്? പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന യാത്രാ വിവരണം എൻ.എ. നസീർ എന്തിനെ പറ്റി എഴുതിയിട്ടുള്ളതാണ്? ഷോളയാർ വനങ്ങളിൽ, ഷോളയാർ മഴക്കാടുകളിൽ അദ്ദേഹം ചെന്നപ്പോൾ അദ്ദേഹം അവിടെ കണ്ട പൂമ്പാറ്റകളുടെ ഒരു ഉത്സവം അല്ലെ, ആ വാക്ക് നമുക്ക് പ്രയോഗിക്കാം. ആ പൂമ്പാറ്റകളുടെ ഒരു ഉത്സവം തന്നെ അദ്ദേഹം കണ്ടു. അതിനെക്കുറിച്ചാണ് അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അട്ടപ്പാടിയോ? അട്ടപ്പാടി എന്തിനെ കുറിച്ചുള്ളതാ? പൂമ്പാറ്റകളെ കുറിച്ചുള്ളതാണോ? അല്ല. അട്ടപ്പാടി എന്തിനെ കുറിച്ചുള്ളതാ? അട്ടപ്പാടി എന്ന് പറയുന്നത് ആ ലേഖകൻ അട്ടപ്പാടി എന്ന വനത്തിലേക്ക് അദ്ദേഹം നടത്തുന്ന ഒരു യാത്രയെ കുറിച്ചുള്ളതാണ്. അതിൽ പ്രത്യേകിച്ച് പൂമ്പാറ്റയും പൂവിനെ പറ്റിയൊന്നുമല്ല. അതാണ് മെയിൻ ഡിഫറൻസ്. അത് അദ്ദേഹത്തിന്റെ യാത്രയാണ്. ആ യാത്ര പോകുന്ന സമയത്ത് അദ്ദേഹം എഴുതിയിട്ടുള്ള സംഭവമാണ്. അപ്പൊ അത് യാത്രയെ കുറിച്ചാണ്. മറ്റേത് അവിടെ ചെന്നപ്പോൾ ഷോളയാർ വനത്തിലെ പൂമ്പാറ്റകളെ കുറിച്ചാണ്. ആ സബ്ജക്റ്റ് തന്നെ വ്യത്യാസമുണ്ട്. രണ്ടും യാത്രാ വിവരണങ്ങളാണ്. ഓക്കെ, രണ്ടും യാത്രാ വിവരണങ്ങളാണ്. പക്ഷെ ഒന്നിലും ആ സൗന്ദര്യത്തെ കുറിച്ചാണ് അല്ലെ. ഇനി നമുക്ക് പൂമ്പാറ്റകളിലേക്ക് കടക്കാം. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്നതിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത്? അത് നമുക്കൊന്ന് ചുരുക്കി എഴുതണം. ഷോളയാർ വനത്തിലേക്ക് നസീർ ചെന്നപ്പോൾ അല്ലെ, പ്രശസ്ത ഫോട്ടോഗ്രാഫറായ എൻ.എ. നസീർ ചെന്നപ്പോൾ അദ്ദേഹം കണ്ട കാഴ്ച അവിടുത്തെ വൃക്ഷങ്ങളിലെ ഇലകളെല്ലാം ഉണങ്ങി നിൽക്കുന്നതായിട്ടാണ്. എങ്ങനെയാണ് ഈ ഇലകൾ ഉണങ്ങിയതെന്ന് അദ്ദേഹം ശങ്കിച്ചു അല്ലെ. കാട്ടുതീ ഏറ്റിട്ടാവുമോ എന്ന് അദ്ദേഹം ഒരു നിമിഷം ആശങ്കപ്പെട്ടു. പക്ഷെ ഇത് മഴക്കാടുകളാണ്, ഇവിടെ കാട്ടുതീ വരില്ല എന്ന് അദ്ദേഹത്തിന് ഉറപ്പുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ഈ മരങ്ങളുടെ ഇലകളെല്ലാം ഇങ്ങനെ ഉണങ്ങി നിൽക്കുന്നത് എന്ന് നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് മനസ്സിലായത് ഇലകൾ ഉണങ്ങിയതല്ല, ഇലകളെ എല്ലാം പൊതിഞ്ഞ് 10,000-കണക്കിന് പൂമ്പാറ്റകൾ ചിറകൊതുക്കിയിരിക്കുന്നതാണ്. കോമൺ ക്രോ എന്ന ഈ പൂമ്പാറ്റകൾ ചിറകൊതുക്കിയിരുന്നാൽ എന്തുപോലെ തോന്നും? ഉണങ്ങിയ ഇലകളെ പോലെ തോന്നും. അങ്ങനെ ആ കാഴ്ച കണ്ട് ആശ്ചര്യഭരിതനായി അദ്ദേഹം നിൽക്കുമ്പോഴാണ് ഈ പൂമ്പാറ്റകളെല്ലാം ചിറകു വിടർത്തി പറന്നുയർന്നത്. എല്ലാ പൂമ്പാറ്റകളും തൻ്റെ ചുറ്റും ചിറക് വിടർത്തി ഉയർന്നു പൊങ്ങിയപ്പോൾ അദ്ദേഹത്തിന് താനും ഒരു പൂമ്പാറ്റയായി മാറുന്ന അതുപോലെയുള്ള ഒരു സൗന്ദര്യ അനുഭൂതി ഉണ്ടായി. ഇതാണ് പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളിൽ പറയുന്നത് അല്ലെ. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ എന്ന പാഠം വർണ്ണിക്കുന്നത് സൗന്ദര്യത്തെയാണ് അല്ലെ, അല്ലെങ്കിൽ ആശ്ചര്യത്തെയാണ്. പൂമ്പാറ്റകളുടെ സൗന്ദര്യം കണ്ടപ്പോൾ നസീറിന്റെ മനസ്സിലുണ്ടായ അനുഭൂതിയെയാണ് അത് വർണ്ണിക്കുന്നത്. അതൊരു യാത്രാവിവരണമാണെങ്കിലും കേവലം ഒരു സ്ഥലത്തിനെ വർണ്ണിക്കുകയല്ല ചെയ്യുന്നത്, അദ്ദേഹത്തിന്റെ മനസ്സിലുണ്ടായ സൗന്ദര്യ അനുഭൂതിയെയാണ് വർണ്ണിക്കുന്നത്. വ്യത്യാസം മനസ്സിലായോ? ഇനി അട്ടപ്പാടിയിലേക്ക് വരാം. അട്ടപ്പാടി നിങ്ങൾ മുമ്പിലുണ്ടല്ലോ അല്ലെ, ഒന്ന് വായിച്ചു നോക്കൂ. ഇതിലെന്താ അധികം പറയുന്നത്? ഇതിൽ പറയുന്നത് ലേഖകൻ അട്ടപ്പാടിയിലേക്ക് പോയ യാത്രയും അത് പോയ സമയത്തുണ്ടായ കാലാവസ്ഥയെയും കുറിച്ചാണ്. പാലക്കാടൻ കാറ്റിനെ കുറിച്ച് പറയുന്നുണ്ട്. നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം കേട്ടോ. പാലക്കാടൻ കാറ്റിന് കൊണ്ടുള്ള ഉപകാരം എന്താന്ന് പറയുന്നുണ്ട്. പാലക്കാടൻ കാറ്റ് സത്യത്തിൽ നമ്മുടെ ചെടികൾക്കും വൃക്ഷങ്ങൾക്കും ഒന്നും വലിയ ഉപകാരം ചെയ്യുന്നില്ല. അത് പാടങ്ങളിൽ നിന്ന് ചാഴിയെ തുരത്തും എന്നുള്ളൊരു ഉപകാരം മാത്രമേ ഉള്ളൂ. പാടങ്ങളിൽ വരുന്ന കീടത്തെ ഒഴിവാക്കുന്നു മാത്രമേ ഉള്ളൂ. നമ്മുടെ വലിയ വൃക്ഷങ്ങൾക്ക് പാലക്കാടൻ കാറ്റിനെ കൊണ്ട് വലിയ ഉപകാരമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹം പോയ ദിവസം ചെറിയ മഴ ഒഴിവാക്കി നിർത്തിയാൽ നല്ലൊരു ദിവസമായിരുന്നു യാത്ര ചെയ്യാൻ പറയുന്നത്. അതായത് അട്ടപ്പാടി എന്ന യാത്രാ വിവരണത്തിൽ സൗന്ദര്യ അനുഭൂതിയെ കുറിച്ചൊന്നുമല്ല വർണ്ണിക്കുന്നത്. അദ്ദേഹം മെയിനായിട്ട് ഭൂപ്രകൃതിയെ കുറിച്ചും കാലാവസ്ഥയെ കുറിച്ചും കാറ്റിനെ കുറിച്ചും ഒക്കെയാണ്
പറഞ്ഞു വിടുന്നത് അല്ലെ. നേരെ മറിച്ച് മറ്റു പൂമ്പാറ്റകൾ പാഠത്തിൽ എന്തായിരുന്നു? അതിൽ സൗന്ദര്യാനുഭൂതിയെ കുറിച്ചായിരുന്നു. അതുപോലെ തന്നെ ഭാഷ, പൂമ്പാറ്റകളുടെ ഭാഷ കവിതയോടടുത്ത് നിൽക്കുന്ന കാവ്യാത്മകമായ ഒരു ഭാഷയാണ്. ഇതാകട്ടെ ഒരു യാത്രാ വിവരണത്തിന് ചേർന്ന കുറച്ച് പരുക്കനായിട്ടുള്ള ഒരു ഭാഷ. രണ്ടും വ്യത്യാസമുണ്ട് അല്ലെ. രണ്ടും യാത്രാ വിവരണങ്ങളാണ്. പക്ഷെ ഒന്നിൽ പ്രാധാന്യം കൊടുത്തത് എന്തിനാണ്? സൗന്ദര്യത്തിനും അനുഭൂതിക്കും. സൗന്ദര്യത്തെ കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാകുന്ന ആഹ്ലാദം ഉണ്ടല്ലോ, അതിന് സൗന്ദര്യാത്മകമായ രചന. മറ്റേത് അതല്ല. മറ്റേത് വസ്തുതകൾക്ക് പ്രാധാന്യം കൊടുത്തിരിക്കുന്നു, റിയാലിറ്റീസിന്. എന്നാണ് പോകുന്നത്, ആ ദിവസത്തെ കാലാവസ്ഥ എങ്ങനെയാണ്, ഭൂപ്രകൃതി എങ്ങനെയാണ്, കാറ്റിനെ കൊണ്ടുള്ള ഉപകാരം എന്താണ്, ഇങ്ങനെ വസ്തുവിവരണം തന്നിരിക്കുകയാണ് യാത്രാ വിവരണത്തില് അല്ലേ. അപ്പൊ ഇത് ഒരു പ്രത്യേകതയുള്ള കാര്യം മക്കളെ, ഈ അട്ടപ്പാടി എഴുതിയിട്ടുള്ളത് സത്യത്തിലൊരു സാഹിത്യകാരനാണ്. പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകളെ എഴുതിയിട്ടുള്ളത് സത്യത്തിലൊരു സാഹിത്യകാരനല്ല, അദ്ദേഹം ഒരു ഫോട്ടോഗ്രാഫറാണ്. എന്നിട്ട് പോലും ആ ഫോട്ടോഗ്രാഫർ എഴുതിയ ലേഖനമാണ് സാഹിത്യപരമായിട്ട് വളരെ ഉയർന്നു നിൽക്കുന്നതെന്ന് നമുക്ക് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്ര മനോഹരമായിട്ടുണ്ട് നമ്മുടെ പ്രപഞ്ചം മുഴുവൻ പൂമ്പാറ്റകൾ അല്ലെ. അപ്പൊ ഇത് രണ്ടുമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം. മക്കൾ എഴുതിക്കോളുമല്ലോ. ശരി, അടുത്തത് നോക്കാം കേട്ടോ നമുക്ക്. മക്കളെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് വരാം കേട്ടോ. നമുക്ക് 2 ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടാണ് ഞാനത് ഉണ്ടാക്കിയിരിക്കുന്നത്. അടുത്തതിൽ ആദ്യം നിങ്ങൾക്കറിയാം അവതാരണമാണ്, ഞാനത് പറഞ്ഞു കഴിഞ്ഞു, വേണ്ട ഇനി നിങ്ങളത് അൺസീൻ പാസേജ് നിങ്ങൾക്ക് തരും, സ്വയം എഴുതിക്കൊള്ളാം. അടുത്തത്, മാതാപിതാക്കളോടൊപ്പം നീലക്കുറിഞ്ഞി കാണാൻ പോയ നിങ്ങൾ വീട്ടിലെത്തി അന്നത്തെ ദിവസം എഴുതുന്ന ഡയറി കുറിപ്പ്. മുൻമൊഴി ആരുടെ കൃതിയാണ്? സുധകുമാരിയുടെ, അറിയാം അല്ലെ. അപ്പോ ഇത് ഒരേ ചോദ്യം തന്നെ നിങ്ങൾക്ക് അതിന്റെ രീതി മാറ്റി തന്നേക്കാണ് അല്ലെ. ആദ്യം ഞാൻ പറഞ്ഞത് നിങ്ങളോട് കത്തെഴുതാനാ നീലക്കുറിഞ്ഞികളെ പറ്റിയിട്ട്, ഇപ്പൊ അത് ഡയറി കുറിപ്പായി മാറി കണ്ടോ. അപ്പൊ നിങ്ങളുടെ ടെക്സ്റ്റിനെ തന്നെ ബേസ് ചെയ്തിട്ടാ വരെ ചോദ്യം, പക്ഷെ അത് ഡയറി കുറിപ്പായിട്ട് മാറാം, കത്തായിട്ട് മാറാം, അത്രേ വ്യത്യാസമുള്ളൂ. ഡയറി കുറിപ്പ് എങ്ങനെ എഴുതുക? ഓർമ്മയില്ലേ? മുമ്പ് ഞാൻ പറഞ്ഞു തന്നത്, ആദ്യം ഇവിടെ എന്തെഴുതണം? ഡേറ്റ് എഴുതണം. ഡേറ്റിന് താഴെ എന്തെഴുതണം? ആഴ്ച, ഏതാഴ്ചയാണെന്ന് എഴുതണം. എന്നിട്ട് എഴുതി തുടങ്ങുക. ഇവിടെ നിന്ന് എഴുതി തുടങ്ങുക. എന്താ എഴുതി തുടങ്ങുക? ഇന്ന് വളരെ പ്രത്യേക, എൻ്റെ ജീവിതത്തിലെ വളരെ വളരെ പ്രത്യേകതയുള്ള ഒരു ദിവസമായിരുന്നു. എന്തായിരുന്നു ഇത്ര പ്രത്യേകത? ഇന്നാണ് ഞാൻ ആ അത്ഭുതകരമായ കാഴ്ച കണ്ടത്. എന്താ അത്ഭുതകരമായ കാഴ്ച? നീലക്കുറിഞ്ഞികൾ പൂത്തത് കാണാൻ ഞാൻ എൻ്റെ മാതാപിതാക്കളോടൊപ്പം പോയി. നീലക്കുറിഞ്ഞിയുടെ പ്രത്യേകത എഴുതുക. എന്താ? 12 വർഷത്തിലൊരിക്കൽ മാത്രമേ നീലക്കുറിഞ്ഞികൾ പൂക്കൂ. അതൊരു അപൂർവമായ കാഴ്ച തന്നെയാണ്. മൂന്നാറിന്റെ മലനിരകളിൽ എത്തിയാൽ അവിടെ പൂക്കളുടെ ഒരു കടലുള്ളതായി നമുക്ക് തോന്നും. ഒരു ചെറിയ കാറ്റ് വീശിയപ്പോൾ, പൂക്കളെല്ലാം കാറ്റിലിളകിയപ്പോൾ പൂവ് കൊണ്ടുള്ള കടലിൽ തിരമാല വരുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് വലിയ സന്തോഷമായി. പിന്നെ ഈ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കാൻ വന്നിട്ടുള്ള പലതരം ചിത്രശലഭങ്ങളെ ഞാൻ കണ്ടു, പലതരം വണ്ടുകളെ കണ്ടു. വണ്ടുകൾ പൂമ്പൊടി പൂന്തേൻ നുകർന്നിട്ട് മത്ത് പിടിച്ച് പൂവിൻ്റെ ഇതളുകളിൽ തന്നെ പറ്റിക്കിടക്കുന്ന കാഴ്ച കണ്ടു. ഇത്ര സുന്ദരമായ ഒരു കാഴ്ച ഒരാൾ കാണാൻ പറ്റുന്നത് തന്നെ ജീവിതത്തിലെ ഒരു വലിയ ഭാഗ്യമാണ് അല്ലേ. ഇനി ഇത്തരത്തിലുള്ള ഒരു കാഴ്ച കാണണമെങ്കിൽ എനിക്ക് 12 വർഷം കഴിയണം. 12 വർഷത്തിനൊരിക്കലല്ലേ പൂക്കുള്ളൂ. 12 വർഷം കഴിയണം പറഞ്ഞെഴുതി വെച്ചാൽ മതി കേട്ടോ, ഡയറി കുറിപ്പായി. ഇതൊന്ന് പാരഗ്രാഫ് തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തത് ആസ്വാദനക്കുറിപ്പ്. മലയാളം കേൾക്കാൻ വായോ എന്ന കവിതയെ കുറിച്ചാണ് ആസ്വാദനക്കുറിപ്പ്. നമുക്ക് ആ കവിത ഒന്ന് കണ്ടാലോ? മലയാളം കേൾക്കാൻ വായോ, മാമലകൾ കാണാൻ വായോ, മഴ പെയ്യും നേരം പുഴയുടെ മയിലാട്ടം കാണാൻ വായോ, മഞ്ജുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ. അപ്പൊ ഇതിലൊരു പ്രത്യേകത, നമ്മൾ ആദ്യം ഞാൻ പറഞ്ഞു ഇന്ന കവിയുടെ ആണെന്നൊക്കെ എഴുതിയിട്ട് നമ്മൾ ഇതിന്റെ ടോപ്പിക് എന്താണെന്നാണ് ആദ്യത്തെ പാരഗ്രാഫിൽ എഴുതേണ്ടത് അല്ലെ. അപ്പൊ നമ്മുടെ സ്വന്തം നാടായ കേരളത്തെയും അതിൻ്റെ ഭൂപ്രകൃതിയെയും അതിമനോഹരമായി വർണ്ണിക്കുന്ന ഒരു കവിതയാണ് മലയാളം കാണാൻ വായോ. അപ്പൊ ആദ്യം നിങ്ങൾ ആസ്വാദനക്കുറിപ്പ് എഴുതുമ്പോൾ എന്താ മക്കളെ എഴുതേണ്ടത്? കവിയുടെ പേരെഴുതുക, അതിനുശേഷം ടോപ്പിക് എന്താണെന്ന് എഴുതുക. എന്താണ് ടോപ്പിക് നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ മനസ്സിലാവുമല്ലോ അല്ലെ. അപ്പൊ ഇന്ന കാര്യത്തെക്കുറിച്ച്
എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ അത്ര മനോഹരമായിട്ട് വർണ്ണിക്കണതായിട്ടൊന്നും തോന്നിയില്ലെങ്കിലും മനോഹരം എന്ന് നിങ്ങൾ അങ്ങ് എഴുതിയേക്കുക, നിങ്ങൾക്ക് മാർക്ക് വേണ്ടേ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അപ്പൊ എന്താ എഴുതേണ്ടത്? ഇന്ന ടോപ്പിക് എന്താണ്? നമ്മുടെ സ്വന്തം നാടായ കേരളത്തെ കുറിച്ച് അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്ന ഒരു കവിതയാണ് മലയാളം കേൾക്കാൻ വായോ. ഇനി അതിന്റെ പ്രത്യേകത നോക്കിയേ നിങ്ങള്. മാ എന്നുള്ള സാധനം തുടക്കത്തിൽ അങ്ങ് വരുന്നുണ്ട് അല്ലെ, മകാരം കുറെ ആവർത്തിക്കുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ പ്രാസം എന്നൊക്കെ പറയും കേട്ടോ. അപ്പോ ഒരേപോലെയുള്ള അക്ഷരങ്ങൾ, മ എന്ന അക്ഷരം ഒരേപോലെ കുറെ തവണ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് ഈ കവിതയ്ക്ക് ഒരു പ്രത്യേക താളമുണ്ട് അല്ലെ, ചൊല്ലാനായിട്ട് ഒരു പ്രത്യേക താളമുണ്ട്, ഒരു രസമുണ്ട് എന്ന് എഴുതുക. ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ആസ്വാദനക്കുറിപ്പ് എഴുതുക കേട്ടോ. മകാരം മ എന്ന അക്ഷരം ധാരാളമായി ആവർത്തിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ കവിത ചൊല്ലുമ്പോൾ നമുക്കൊരു പ്രത്യേകതരം താളം അനുഭവിക്കാം. ഇനി ഇതിൽ എന്തൊക്കെയാണ് പറഞ്ഞേക്കണത്, എന്തിനെ കുറിച്ചൊക്കെയാണ് മലയാളത്തിന്റെ വർണ്ണിച്ചിരിക്കുന്നത്? മലയാളത്തിലെ മലകളെ കുറിച്ച് വർണ്ണിച്ചിരിക്കുന്നു അല്ലെ, മാമലകൾ കാണാൻ വായോ. ഇനി പുഴയുടെ മയിലാട്ടം കാണാൻ വായോ. മഴ പെയ്യുന്ന സമയത്ത് പുഴയുടെ മയിലാട്ടം കാണാൻ വരൂ എന്നാ പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? മഴ പെയ്യുന്ന സമയത്ത് പുഴ ഒരു പ്രത്യേക രീതിയിൽ ഒഴുകുന്നത് കാണാം, പുഴയിൽ പ്രത്യേക രീതിയിൽ ഓളങ്ങൾ ഉണ്ടാകുന്നത് കാണാം. ഈ കാഴ്ചയെല്ലാം ഒരു മയിലാട്ടത്തിനോട് ഉപമിച്ചിരിക്കുന്നു. അത് ആ ഉപമ വളരെ നന്നായിട്ടുണ്ട് എന്ന് എഴുതുക കേട്ടോ. അടുത്തത്, മഞ്ജുളമീ നാട്ടിൽ മാധവ കാലങ്ങൾ കാണാൻ വായോ. വിവിധ തരത്തിലുള്ള ഋതുഭേദങ്ങൾ എൻ്റെ മനോഹരമായ നാട്ടിലുണ്ടാകും. ആ കാലങ്ങളെല്ലാം, ആ ഋതുഭേദങ്ങളെല്ലാം കാണാൻ നീ വായോ. അടുത്തത്, മനസ്സിന്റെ തീരത്തഴകിൽ, അടുത്ത വരി നോക്കാം, കാവ്യങ്ങൾ തീർക്കാൻ വായോ. നമ്മുടെ മനസ്സിൽ തന്നെ കവിതകൾ ഉണ്ടാക്കാൻ വരൂ. ഈ മലയാള നാടിനെ ഒന്ന് കണ്ടാൽ ഏത് കവിത എഴുതാത്തവനും കവിത എഴുതിപ്പോവും. അപ്പൊ നിങ്ങളുടെ മനസ്സിൽ കവിത ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾ മലയാളം കാണാൻ വായോ. പൊന്നോണക്കാലം വയലിൽ കിന്നാരം പറയും കാറ്റിൽ ഒന്നിച്ചു നടക്കാൻ വായോ, ഒന്നല്ലോ മാനവർ നമ്മൾ. പൊന്നോണക്കാലം, ഇപ്പൊ ഓണമാണ് വരുന്നത് അല്ലെ മക്കളെ. ഓണക്കാലത്ത് കാറ്റിലൂടെ കിന്നാരം പറഞ്ഞ് ഒന്നിച്ച് സന്തോഷമായിട്ട് നടക്കാൻ വായോ. കാരണം നമ്മൾ മനുഷ്യരെല്ലാം ഒന്നല്ലേ. ഏത് ജാതി ആയാലും ഏത് മതമായാലും ഏത് നാട്ടുകാരായാലും നിങ്ങൾ കേരളത്തിലേക്ക് വായോ. ഇവിടെ ഓണക്കാലത്ത് കാറ്റേറ്റ് ഓണവെയിൽ കൊണ്ട് നമുക്കൊന്ന് കൈകോർത്ത് നടക്കാം എന്ന് പറയുന്ന ഈ കവിത നമ്മുടെ മലയാളത്തെ അതിമനോഹരമായി വർണ്ണിക്കുന്നു. നമ്മൾ മനുഷ്യർ തമ്മിലുള്ള സ്നേഹത്തെ അതിമനോഹരമായിട്ട് വർണ്ണിക്കുന്നു എന്ന് എഴുതി വെച്ചാൽ മാർക്ക് കിട്ടും. ഓക്കെ, അടുത്തത്, തനിക്ക് കിട്ടിയ കിളിയെ കുളിച്ച് പിക്കിലു സുഹൃത്തിന് എഴുതാൻ ഇടയുള്ള കത്ത്. ഒരു സംഭവമാണ് അല്ലെ മൈനേനെ കിട്ടിയത്, മൈനേനെ അഴിച്ചു വിട്ടതൊക്കെ നമുക്ക് നോക്കാം. കത്ത് എഴുതുമ്പോ എന്താ എഴുതണ്ടേ? ഇനി ഫോർമാറ്റ് എഴുതരണ്ടോ? ഒരു വശം എഴുതാന്നുണ്ടല്ലോ അല്ലെ. ആദ്യം പ്ലേസ്, ഡേറ്റ്, ഇവിടെ പ്രിയപ്പെട്ട, അതിനുശേഷം എഴുതണ്ട പാരഗ്രാഫ് ഞാൻ പറഞ്ഞു. നിനക്ക് സുഖമാണല്ലോ, അച്ഛനും അമ്മയ്ക്കൊക്കെ സുഖമാണല്ലോ, വിശേഷങ്ങൾ എങ്ങനെയുണ്ട്, നീ നന്നായി പഠിക്കുന്നില്ലേ, ഇനി എന്തെങ്കിലും ഹോബിയൊക്കെ നിങ്ങളുടെ സുഹൃത്തിനുണ്ടെങ്കിൽ വായന ഉണ്ട് എന്നൊക്കെ അങ്ങ് സങ്കല്പിക്കുക. നിന്റെ വായനാശീലമൊക്കെ എങ്ങനെ പോകണു, ഇപ്പോഴും നല്ലോണം പുസ്തകങ്ങൾ വായിക്കാറില്ലേ, പുതിയതായിട്ട് വായിച്ച പുസ്തകങ്ങളൊക്കെ ചോദിച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് ഒരു പാരഗ്രാഫ് ആക്കി വെക്കുക. ഇനി പുസ്തകമല്ല, നിങ്ങൾക്ക് വല്ല നീ ഫ്രീ ഫയർ കളിക്കാറില്ലേ എന്ന് ചോദിക്കാനാണെങ്കിൽ അങ്ങനെ ചോദിച്ചേക്ക് കേട്ടോ. നിങ്ങൾ ന്യൂജൻ അല്ലേ, പുതിയ കാര്യങ്ങളല്ലേ നിങ്ങൾക്ക് ചോദിക്കാണ്ടാവുക സുഹൃത്തിനോട്. എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ചോദിച്ചിട്ട് ഒരു പാരഗ്രാഫ് എഴുതുക. ആ കാര്യം മറക്കരുത് കേട്ടോ. കത്തെഴുതുമ്പോൾ എന്തിനെ പറ്റി കത്തെഴുതാൻ തന്നാലും ആദ്യത്തെ പാരഗ്രാഫ് മുഴുവനും അവിടുത്തെ സുഖവിശേഷങ്ങൾ ചോദിച്ചിട്ടും അയാളുടെ വിശേഷങ്ങൾ ചോദിച്ചിട്ടും ആണ് നമ്മൾ എഴുതേണ്ടത്. ഇനി പിക്ലുവിന്റെ ഭാഗത്തേക്ക് വരാം. എന്താ എഴുതുക? എനിക്ക് നിന്നോടൊരു വിശേഷം പറയാനുണ്ട്. ഇന്ന് എനിക്ക് സങ്കടകരമായ ഒരു അനുഭവമാണ് ഉണ്ടായത് അല്ലേ. എന്താ ഉണ്ടായത്? എൻ്റെ ചേട്ടനല്ലേ ആ മൈനേനെ. എനിക്കിന്നൊരു മൈനയെ കിട്ടി, പക്ഷെ അത് സങ്കടമായി മൈനയെ കണ്ടപ്പോൾ. കാരണം എന്താ? മൈനയെ കൂട്ടിൽ ചെങ്ങലയിലിട്ട് വെച്ചിരിക്കുകയായിരുന്നു അല്ലേ. അതെനിക്ക് വലിയ സങ്കടമായി. പക്ഷെ ഞാൻ എന്ത് ചെയ്തു? കൂട് തുറന്ന് ചെങ്ങലയെല്ലാം അഴിച്ച് കിളിയുടെ കാലിൽ എണ്ണയൊക്കെ തടവി കൊടുക്കുന്നുണ്ട് അല്ലെ, ഒക്കെ കൊടുത്ത് അതിനെ ആകാശത്തേക്ക് പറത്തി വിടുമ്പോൾ എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. ആ കിളിക്ക് അതിൻ്റെ വീട്ടിലേക്കുള്ള വഴി അറിയോ പോവാനെന്ന്. പക്ഷെ അമ്മ പറഞ്ഞു അതിന് വഴിയൊക്കെ അറിയാമെന്ന്. അത് പിറ്റേ ദിവസം അതിൻ്റെ അമ്മയെയും കുട്ടി എന്നെ കാണാൻ വന്നു. ഇനി നിങ്ങൾക്ക് ടെക്സ്റ്റിലുള്ള പോലെ തന്നെ വേണമെന്നൊന്നുമില്ല, കുറച്ചൊക്കെ നിങ്ങളുടെ ഭാവന ചേർത്തൊക്കെ എഴുതാം കേട്ടോ. അപ്പോൾ എനിക്ക് എന്നിട്ട് അടുത്ത പാരഗ്രാഫിൽ എൻ്റെ പൂന്തോട്ടം കാണാൻ, എൻ്റെ കിളികളെ കാണാൻ നീ വരണം അടുത്ത അവധിക്ക് എന്നൊക്കെ പറഞ്ഞ് വീട്ടിലേക്ക് ക്ഷണിക്കുക അല്ലെ. എന്നിട്ട് നിങ്ങൾക്ക് സുഖമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം എന്ന് സ്നേഹപൂർവ്വം പേര് വെക്കും. ഓക്കെ, അടുത്തത്
എൻ എ നസീർ അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തിയതിനെ കുറിച്ച് പത്രത്തിൽ വരാനിടയായ വാർത്ത, പത്രവാർത്ത തയ്യാറാക്കണം. ഓക്കെ, അതിനെഴുതാം കേട്ടോ. പത്രവാർത്ത തയ്യാറാക്കാനുള്ള ഏറ്റവും എളുപ്പം, നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ ഒരു പത്രം, നിങ്ങളുടെ വീട്ടിൽ പത്രം വരുത്തുണ്ടെങ്കിൽ പത്രം എടുത്തൊരു വാർത്ത വായിച്ചു നോക്കുകയാണ്, അപ്പോൾ ഫോർമാറ്റ് കിട്ടും. ആദ്യം ഹെഡിങ് എഴുതണം പത്രവാർത്തയിൽ. എന്താ ഇവിടെ ഹെഡിങ് എഴുതുക? നിങ്ങൾക്ക് ടോപ്പിക് തന്നിട്ടുണ്ട്, എൻ എ നസീർ അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തി, അല്ലേ? ഇതാണ് ഹെഡിങ്. അപ്പൊ ഈ ഹെഡിങ് ഒരു ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഇതേ ഹെഡിങ് തന്നെ എഴുതിയാലും കുഴപ്പമൊന്നുമില്ല, മാർക്കൊക്കെ കിട്ടും നിങ്ങൾക്ക്. എൻ എ നസീർ അപൂർവ ചിത്രശലഭങ്ങളെ കണ്ടെത്തി ഹെഡിങ്. പക്ഷെ എന്നാലും നമുക്കൊരു ക്രിയേറ്റിവിറ്റി ഒക്കെ വേണ്ടേ? അതുകൊണ്ട് നമുക്ക് അതിനൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഒരു ഭംഗിയായിട്ടുള്ള ഒരു ഹെഡിങ് എഴുതാം, നല്ല ഒരു ഹെഡിങ് എഴുതാം കേട്ടോ. ഇത് എവിടെയാ കണ്ടെത്തിയതെന്നും കൂടി നമുക്കൊന്ന് നോക്കാം. ഇവിടെ ഷോളയാർ വനങ്ങളിലാണ് പോയിട്ടുള്ളത്, അല്ലേ? അപ്പൊ നമുക്കൊരു നല്ല ഒരു ഹെഡിങ് എഴുതിയാലോ? ഒരു കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് വാർത്ത വായിക്കാൻ തോന്നണം. ഞാനിങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ട് മിസ്സേ ഞാൻ ആ ഹെഡിങ് ആലോചിച്ചിരുന്നിട്ട് ഒരു അരമണിക്കൂർ എൻ്റെ പോയി, അതുകൊണ്ട് എനിക്ക് ഉത്തരമൊന്നും കംപ്ലീറ്റ് ചെയ്താൻ പറ്റിയില്ല. അങ്ങനെ പാടില്ല കേട്ടോ. കഴിയുന്നതും ക്രിയേറ്റീവായിട്ട് എഴുതാന്നേ ഞാൻ പറയുന്നുള്ളൂ. തീരെ അങ്ങോട്ട് ആലോചിക്കുമ്പോൾ തല പെരുക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ എൻ്റെ പൊന്നു മക്കള് ഇതേ സാധനം തന്നെ ഹെഡിങ് ആയിട്ട് പകർത്തി വെച്ചേക്കുക. അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തി എന്ന് മാത്രം എഴുതി വെച്ചേക്കുക കേട്ടോ. അതല്ല, കുറച്ച് ക്രിയേറ്റീവായിട്ട് പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചെയ്യാം. നമുക്ക് എന്താണ് എഴുതേണ്ടത്? ഒരു നല്ലൊരു ഹെഡിങ് പറഞ്ഞ് കാണുന്നുണ്ടല്ലോ അല്ലേ? ചിത്രശലഭങ്ങളുടെ മക്കളെ ക്ലിയർ ആവുന്നുണ്ടോ? ക്ലിയർ ആക്കി എഴുതിത്തരാം. ഹെഡിങ് ആണല്ലോ. ഓക്കെ, അപ്പോൾ അപൂർവ ഇനം ചിത്രശലഭങ്ങളെ കണ്ടെത്തി എന്നുള്ളതിന് ഒരു നല്ല ഹെഡിങ് നമുക്ക് എഴുതാം മക്കളെ. അപ്പൊ മിസ് എഴുതിയ ഹെഡിങ് നോക്കൂ, അത്ഭുതമായി അപൂർവ ശലഭം. അങ്ങനെ ഒരു ഹെഡിങ് ആണ് മിസ്സിന്റെ വായിൽ വന്നത്, അതുകൊണ്ട് മിസ് അത് എഴുതിയെന്നേ ഉള്ളൂ. ഇനി അതല്ലെങ്കിൽ നിങ്ങൾ അതിലുള്ള സെയിം സംഭവം അങ്ങോട്ട് ഹെഡിങ് ആയിട്ട് എഴുതിയേക്കുക. എന്തിനെ പറ്റി? അപ്പൊ ഒരു ഹെഡിങ് കൊടുക്കണം. അത് പത്രവാർത്തയ്ക്ക് തലക്കെട്ട്, അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പൊ ഫോർമാറ്റ് എന്താണ്? ആദ്യം തലക്കെട്ട് കൊടുക്കണം കേട്ടോ. എഴുതി വെച്ചേക്കുക ഒരു നോട്ട്ബുക്കിൽ എന്താണ് ഫോർമാറ്റ് എന്നുള്ളത്. ആദ്യം തലക്കെട്ട് കൊടുത്താൽ നിങ്ങൾ ഇവിടെ സ്ഥലത്തിന്റെ പേര് എഴുതണം. ഷോളയാർ അവിടെയല്ലേ കണ്ടെത്തിയത് നമ്മൾ? സ്ഥലം എന്ന് എഴുതിയാലും മതി, എവിടെയാണോ. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഇതേ സാധനം തന്നെയല്ല പത്രവാർത്തയായിട്ട് തരാം, വേറെ എന്ത് വേണമെങ്കിലും നിങ്ങളോട് പത്രവാർത്ത എഴുതാൻ പറയാം. അപ്പൊ നിങ്ങൾ എന്തെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് എഴുതുക. ഇന്ന സ്ഥലത്താണല്ലോ, ഒരു സംഭവമാണല്ലോ എപ്പോഴും പത്രവാർത്തയായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വരിക. അപ്പൊ ആ സ്ഥലത്തിന്റെ പേര് അങ്ങ് എഴുതിയേക്കാം. സ്ഥലത്തിന്റെ പേര് എഴുതിയാൽ നേരെ താഴെ എഴുതേണ്ടത് എന്താണ്? സ്വന്തം ലേഖകൻ. അങ്ങനെ എഴുതിയിട്ടല്ലേ നമ്മളിപ്പോ തുടങ്ങുക. സ്വന്തം ലേഖകൻ എന്ന് വെച്ചാൽ എന്താ? നിങ്ങൾക്ക് വേണ്ടി ഈ റിപ്പോർട്ട് ചെയ്യുന്ന റിപ്പോർട്ടർ അല്ലെ, ആ റിപ്പോർട്ടറെയാണ് നമ്മൾ ലേഖകൻ എന്ന് പറയുക. അയാൾ എപ്പോഴും സ്വന്തം ലേഖകൻ എന്ന് പറഞ്ഞിട്ടാണ് പത്രത്തിൽ ഒരു വാർത്ത റിപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ ഇന്ന സ്ഥലം എന്ന് എഴുതുക, സ്വന്തം ലേഖകൻ എന്ന് എഴുതുക. എന്നിട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് എഴുതി തുടങ്ങിയേക്കുക. സ്വന്തം ലേഖകൻ എന്ന് എഴുതിയിട്ട് അതിനോട് ചേർന്ന് തന്നെ ഒരു ചെറിയ വരി ഇട്ടിട്ട് അങ്ങോട്ട് എഴുതി തുടങ്ങാം കേട്ടോ. അല്ലെങ്കിൽ രണ്ട് ഭിത്തിക ഇട്ടിട്ട് രണ്ട് കുത്തിടുക. അങ്ങനെ അതാണ് നല്ലത്. വരയേക്കാളും നല്ലത് സ്വന്തം ലേഖകൻ എന്ന് എഴുതിയിട്ട് രണ്ട് കുത്തിടുക. ഈ രണ്ട് കുത്തിനെ നമ്മൾ ഭിത്തിക എന്നാണ് പറയുക കേട്ടോ. സ്വന്തം ലേഖകൻ എന്ന് എഴുതി രണ്ട് കുത്തിടുക. എന്നിട്ട് ന്യൂസ് അങ്ങോട്ട് എഴുതി തുടങ്ങിക്കോ. എന്താ ന്യൂസ്? ഷോളയാർ വനപ്രദേശങ്ങളിൽ അത്യപൂർവമായ ഒരു ചിത്രശലഭത്തെ പ്രശസ്ത വന്യ ഛായാഗ്രാഹകൻ, വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, വന്യജീവി ഛായാഗ്രാഹകൻ. അവർക്ക് ഇത്ര വലിയ പ്രയാസം ഉണ്ട്, അതിന് ടെക്സ്റ്റിലുണ്ടെന്ന് തോന്നുന്നു വാക്ക് കേട്ടോ. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ, വന്യജീവി ഛായാഗ്രാഹകനായ എൻ എ നസീർ കണ്ടെത്തിയിരിക്കുന്നു. ഇതാണ് വാർത്ത. ഇനി ആ വാർത്തേനെ അങ്ങോട്ട് പൊലിപ്പിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാവന ആവശ്യമുണ്ട്
വേണ്ടേ? ഏത് തരത്തിലുള്ള ചിത്രശലഭമാണ്, അതിൻ്റെ വലിപ്പം എങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങളങ്ങ് പറഞ്ഞേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. എന്തെന്ന്? മയിലിൻ്റെ പോലെ നീല നിറമുള്ള തിളങ്ങുന്ന ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ള അങ്ങനത്തെ ഒരു ചിത്രശലഭം ചിലപ്പോൾ ഈശ്വരൻ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല എന്നേ വരെ. പക്ഷെ നിങ്ങൾക്ക് എഴുതാം, എന്ത് വേണമെങ്കിലും എഴുതി വെക്കാലോ. ശാസ്ത്രീയമായിട്ട് അത് ശരിയാവണമെന്നൊന്നുമില്ല. ഒരു കൈപ്പത്തിയുടെ വലുപ്പത്തിലുള്ള മയിലിൻ്റെ നിറത്തിലുള്ള ഒരു പ്രത്യേകതരം ചിത്രശലഭത്തെയാണ് ഷോളയാർ വനങ്ങളിൽ NA നസീർ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ വന്യജീവി ഛായാഗ്രഹകൻ ചിത്രങ്ങൾ എടുക്കാൻ വേണ്ടി, ചിത്രശലഭങ്ങളുടെ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അപൂർവമായി കണ്ടെത്തിയത്. ഇനി എന്താണ് എഴുതേണ്ടത്? ഈ പ്രത്യേക തരത്തിലുള്ള ചിത്രശലഭം വംശനാശ ഭീഷണി നേരിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് എഴുതിയിടാം അല്ലേ? അപ്പോൾ ഈ ചിത്രശലഭത്തിന്, അപ്പോൾ നമ്മൾ സാധാരണ ഒരാള് ഒരു പ്രത്യേക തരം ജീവിവർഗത്തെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ അയാളുടെ ബഹുമാനാർത്ഥം ആ പേര് നൽകുകയൊക്കെ ചെയ്യും നമുക്ക് അല്ലേ? അല്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് പേര് വേണമെങ്കിലും നൽകാനുള്ള സ്വാതന്ത്ര്യമൊക്കെ കൊടുക്കും. അപ്പോൾ ഇപ്പോൾ കണ്ടെത്തിയ ഈ പ്രത്യേകതരം ചിത്രശലഭത്തിന് എന്ത് പേര് നൽകണം എന്ന ചിന്തയിലാണ് അല്ലെ NA നസീർ. ആ ഒരു ചിന്തയിലാണ്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അങ്ങ് എഴുതു തന്നെ, വേറൊന്നുമില്ല. പിന്നെ ആ ചിത്രശലഭത്തിന്റെ പ്രത്യേകതകൾ എഴുതാൻ നിങ്ങൾക്ക്. എന്താണ്? ഇത് മഴക്കാടുകളിൽ മാത്രം കാണപ്പെടുന്ന ചിത്രശലഭമാണ്. നമ്മുടെ നാടുകളിൽ നമ്മൾ ഇത്രയും കാലം നമ്മൾ ഇതിനെ കാണാതിരുന്നതിന് കാരണം ഇത് ഇരുണ്ട വനയിടങ്ങളിൽ മാത്രമാണ് കാണപ്പെടുക. ഇനി ഇതിന്റെ ഭക്ഷണം ഏതെങ്കിലും പ്രത്യേകതരം പൂവിന്റെ പേര് എഴുതിയിട്ട് അതിന്റെ പൂന്തേനാണ് എന്ന് പറഞ്ഞിട്ട് നമുക്കങ്ങ് വാർത്ത എഴുതുക. വാർത്ത എഴുതുമ്പോൾ എപ്പോഴും 2 പാരഗ്രാഫ് തിരിച്ചെഴുതാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. 2ഓ 3ഓ പാരഗ്രാഫായിട്ട് നിങ്ങളുടെ ഭാവന ഉപയോഗിച്ചിട്ട് ആ ചിത്രശലഭത്തെ അങ്ങ് എഴുതിയേക്കാം. ഇനി എന്നിട്ടും നിങ്ങൾക്ക് സ്ഥലം തികഞ്ഞില്ല എന്നല്ല, പാരഗ്രാഫിന് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ നസീർ എന്തിനാണ് പോയത് കാട്ടിലേക്ക് അല്ലേ, കാട്ടിലേക്ക് പോകാനിടയായ സാഹചര്യം, അവിടെ എത്ര ദിവസം ചെലവഴിച്ചു, എത്രാമത്തെ ദിവസമാണ് ഇതിനെ കണ്ടത്, ഇതൊക്കെ നമ്മുടെ ഭാവന. അപ്പൊ അധികം ഞാൻ ഇവിടെ നിന്ന് പറയാത്തത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് തരുന്ന ടോപ്പിക് എന്താണെന്ന് നമുക്ക് അറിയില്ല. എന്ത് ടോപ്പിക്ക് കിട്ടിയാലും അതിനനുസരിച്ച് ഭാവന വെച്ച് 3 പാരഗ്രാഫ് എഴുതണം. അത് നമ്മൾ എത്ര കാണാപ്പാടം പഠിച്ചു പോയിട്ടും കാര്യമില്ല അല്ലെ, അത് അവിടെ വെച്ച് അങ്ങോട്ട് വരണം നമ്മുടെ ഭാവന. അപ്പൊ ഭാവന നിങ്ങൾക്ക് വരട്ടെ കേട്ടോ. അടുത്തത് കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. പിക്ലുവിന്റെ കഥാപാത്ര നിരൂപണം വലിയ ഈസിയാണ്, വളരെ ഈസിയാണ്. നിങ്ങൾക്കത് അറിയാലോ അല്ലെ. വളരെ പ്രകൃതിയോടും കിളികളോടും സ്നേഹമുള്ള ഒരു കുട്ടിയായിരുന്നു. എല്ലാ ജീവജാലങ്ങളോടും ദയയായിരുന്നു. അതിനുശേഷം ആ പിക്ലുവിന്റെ കഥയുണ്ടല്ലോ, അത് ഏതാണ്ട് ഒന്ന് ചുരുക്കി എഴുതി വെച്ചേക്കുക. കാരണം വലിയ പ്രവർത്തനമാണല്ലോ വരുന്നത്, അത് എഴുതി വെച്ചേക്കുക. കാരണം അതിലാണ് പിക്ലുവിന്റെ സ്വഭാവം. നമുക്ക് ഓരോ ഇൻസിഡന്റിൽ നിന്നും നമുക്ക് അറിയാം പിക്ലുവിന്റെ സ്വഭാവം എങ്ങനെയാണ്. ആ ദയ എത്രമാത്രം ഉണ്ട്, ജീവജാലങ്ങളോടുള്ള സ്നേഹം, പ്രകൃതിയോടുള്ള സ്നേഹം എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് ആ കഥയിൽ നിന്ന് അറിയാം. അപ്പോൾ ഓരോന്നായിട്ട് പറഞ്ഞങ്ങ് എഴുതിക്കുക. ടെക്സ്റ്റിലുള്ള ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണല്ലോ. ഇനി പോസ്റ്റർ തയ്യാറാക്കുക, അത് പ്രധാനപ്പെട്ടതാണ് കേട്ടോ. അത് ഞാൻ മിസ് എഴുതി തരിക തന്നെ ചെയ്യാം കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന്. നിങ്ങളൊരു പുഷ്പോത്സവം സംഘടിപ്പിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങളുടെ മലയാളം ക്ലബ്ബ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് സ്കൂളിൽ എപ്പോഴും ഒരു ക്ലബ്ബ് ഉണ്ടായിരിക്കും അല്ലേ. ആ ക്ലബ്ബ് ഒരു ഉത്സവം, പുഷ്പോത്സവം അങ്ങ് സംഘടിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പൊ അതിനെക്കുറിച്ച് നിങ്ങൾക്കൊരു പോസ്റ്റർ തയ്യാറാക്കണം. നിങ്ങൾ എങ്ങനെയാ പോസ്റ്റർ തയ്യാറാക്കുക? ഒരു പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ ആദ്യം എഴുതേണ്ടത് എന്താണെന്ന് നോക്കാം. നിങ്ങളിപ്പോ പോസ്റ്റർ തയ്യാറാക്കിയിട്ട് ആണ്, നമ്മളിപ്പോഴൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ നിങ്ങളുടെ ഫോണില്, സ്മാർട്ട് ഫോണില് പോസ്റ്റർ തയ്യാറാക്കാനുള്ള ആപ്പൊക്കെ ഉണ്ട്. അതിൽ കയറി അങ്ങ് ക്ലിക്ക് ചെയ്താൽ നമുക്കത് ഓട്ടോമാറ്റിക് ആയിട്ടൊക്കെ വരും അല്ലേ. പക്ഷെ നമ്മൾ ഫോർമാറ്റ് നമ്മൾ അറിഞ്ഞിരിക്കണം. പരീക്ഷയ്ക്ക് നമുക്കത് രക്ഷയില്ലല്ലോ, നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ അല്ലെ. എന്തിനാ ഇപ്പൊ പോസ്റ്റർ തയ്യാറാക്കാൻ പഠിക്കണേ, മൊബൈലിൽ ആപ്പ് ഉണ്ടല്ലോ, ഞങ്ങളത് ക്ലിക്ക് ചെയ്തോളൂ എന്ന് പറയാൻ പറ്റുമോ? അപ്പൊ ക്ലിക്ക് ചെയ്ത് അവിടെ ഇരുന്നോളൂ, മാർക്ക് കിട്ടില്ല എന്ന് പറയും. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ ഈ സാധനം എഴുതി തന്നെ പഠിക്കാം കേട്ടോ. പോസ്റ്റർ തയ്യാറാക്കുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നിങ്ങളുടെ സ്കൂളാണ് സംഘടിപ്പിക്കുന്നതെന്ന് പറഞ്ഞേക്കുന്നത് അല്ലെ. അപ്പൊ നിങ്ങളോട് എങ്ങനെയാ ചോദ്യം വരികയെന്ന് നിങ്ങൾ നോക്കണം. സ്കൂൾ സംഘടിപ്പിക്കുക എന്ന് പറഞ്ഞേക്കണമെങ്കിൽ നിങ്ങൾ ആദ്യം സ്കൂളിന്റെ പേര് എഴുതണം. ആരാണോ ഈ പരിപാടി സംഘടിപ്പിക്കുന്നത് അതാണ് ആദ്യം എഴുതുന്നത്. അപ്പൊ നമുക്കിപ്പോ സ്കൂളല്ലേ, അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതുക. അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എന്തെന്നാ? ഇപ്പൊ ഗവൺമെന്റ് സ്കൂളാണെങ്കിൽ ഗവൺമെന്റ് UP അല്ലെ, ഗവൺമെന്റ് UP സ്കൂൾ. ഇംഗ്ലീഷിൽ എഴുതണ്ട, കഴിയുന്നത് മലയാളത്തിൽ എഴുതണം. ഞാനൊരു ശീലത്തിന് UP അങ്ങ് എഴുതി പോയതാണ്, മലയാളത്തിൽ തന്നെ എഴുതണം കേട്ടോ കഴിയുന്നതും ഹെഡിങ്. അപ്പോൾ ഗവൺമെന്റ് UP സ്കൂൾ. എന്താ നിങ്ങളുടെ സ്ഥലത്തിന്റെ പേര് എന്താണെന്ന് വെച്ചാൽ
ഗവൺമെന്റ് UP സ്കൂൾ. ഇപ്പോ തൃശ്ശൂര് ഒരു ഏതെങ്കിലും ഒരു സ്ഥലത്തിന്റെ പേര് എഴുതുക കേട്ടോ, ഇന്ന സ്കൂള്. ഓക്കെ, സ്കൂളിന്റെ പേരങ്ങ് എഴുതിയാലോ. സ്കൂളിന്റെ പേര് എഴുതി കഴിഞ്ഞാല് ആ സ്കൂളിൽ ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ഇത് സംഘടിപ്പിക്കുന്നത്? മലയാളം ക്ലബ്ബ് സംഘടിപ്പിക്കുന്നതായിട്ടാണ്. അപ്പൊ അത് എഴുതണം, മലയാളം ക്ലബ്ബ്. ഇനി നിങ്ങളോട് ഇനിയിപ്പോ നിങ്ങളുടെ നാട്ടിൻ പുറത്തെ ഏതെങ്കിലും സംഘടന സംഘടിപ്പിക്കുന്നതായിട്ട് അതൊക്കെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തരും, ആര് സംഘടിപ്പിക്കുക എന്നുള്ളത്. അപ്പൊ അതാണ് എഴുതേണ്ടത് കേട്ടോ. ഇന്ന ആൾക്കാർ സംഘടിപ്പിക്കുന്ന ഇന്ന പരിപാടിയെ കുറിച്ചുള്ള പോസ്റ്റർ എന്നാണല്ലോ ചോദിക്കുക. അപ്പൊ ആരാണോ ആ പരിപാടി സംഘടിപ്പിക്കുന്നത് അവരുടെ പേരാണ് ആദ്യം എഴുതേണ്ടത്, ഹെഡിങ് കേട്ടോ. അപ്പൊ നിങ്ങളുടെ സ്കൂളിലത്തെ മലയാളം ക്ലബ്ബ്, അപ്പൊ നിങ്ങളുടെ സ്കൂളിന്റെ പേര് എഴുതി മലയാളം ക്ലബ്ബ് ഹെഡിങ്. ഇനി അടുത്തത് എന്താണ് സംഘടിപ്പിക്കുന്നത്? പുഷ്പോത്സവം അല്ലെ. അപ്പൊ ഈ പുഷ്പോത്സവം എന്നുള്ള സാധനം നല്ല ആന വലുപ്പത്തിൽ വേണം നമ്മൾ എഴുതാൻ. ബാക്കിയുള്ളത് കുഞ്ഞി കേട്ടോ. ബാക്കിയുള്ളത് ചെറിയ അക്ഷരത്തിൽ എഴുതുക. ഇത് നല്ല ആന വലുപ്പത്തിൽ വേണം എഴുതാൻ, പുഷ്പോത്സവം. അതാണ് പോസ്റ്ററിന്റെ ഒരു പ്രത്യേകത. ആ പരിപാടിയുടെ പേര് ആന വലുപ്പത്തിൽ എഴുതണം, മറക്കരുത്. ആന വലുപ്പത്തിൽ എഴുതേണ്ടത് ഏതാ? പരിപാടിയുടെ പേര്. ബാക്കി പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാരുടെ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ സ്ഥാപനത്തിന്റെ ഡീറ്റെയിൽസ് അതിന്റെ മുകളിൽ ചെറിയ അക്ഷരത്തിൽ എഴുതുക കേട്ടോ. അപ്പൊ ഇത് വലിയ അക്ഷരത്തിൽ വേണേ മക്കൾ എഴുതാൻ. ഇതിപ്പോ ബോർഡിൽ ഞാൻ എങ്ങനെ എഴുതുമ്പോൾ വലിയ കാര്യമായിട്ടുള്ള വ്യത്യാസം എനിക്ക് അക്ഷരങ്ങളിൽ വരുത്താൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു തരുന്നത്, ഇത് നിങ്ങൾ വലിയ ചക്ക പോലത്തെ അക്ഷരത്തിൽ ബോൾഡ് ലെറ്റേഴ്സിൽ വേണം എഴുതാൻ, പുഷ്പോത്സവം. അതിനുശേഷം ഇത് എവിടെ വെച്ചാണ് നടത്തുക? വേദി ഏത് സ്ഥലം? ഈ പോസ്റ്റർ കാണുന്ന ആൾക്കാർക്ക് എങ്ങോട്ടാ വരണ്ടേന്ന് അറിയണം അല്ലെ. ഒരു പോസ്റ്റർ കണ്ടാൽ അവർക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ വേദി എവിടെയാണ്, എവിടെ വെച്ചിട്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അല്ലെ. ഇപ്പൊ സ്കൂള് സംഘടിപ്പിക്കുന്ന പുഷ്പോത്സവമാണെന്ന് വിചാരിച്ചിട്ട് എപ്പോഴും സ്കൂളിന്റെ ഉള്ളിൽ തന്നെ ആവണമെന്നില്ല. ചിലപ്പോൾ സാഹിത്യ അക്കാദമി ഹാളിലായിരിക്കും സംഘടിപ്പിക്കുക. അപ്പൊ ഞാനിവിടെ വേദി എഴുതുന്നത് സാഹിത്യ അക്കാദമി ഹാൾ എന്നാണ്. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഹാളിന്റെ പേര് എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ഹാളിന്റെ പേരാണ് ഓർമ്മ വരുന്നത് വെച്ചാൽ ആ ഹാള് നിങ്ങളുടെ എഴുതാം. കാരണം ഓരോ സംഭവങ്ങൾ നമ്മൾ ഏതെങ്കിലുമൊക്കെ ഹാള് വാടകയ്ക്ക് എടുത്തിട്ട് അതുപോലെ നടത്തുക. വേദി വെന്യൂ ഏതാണെന്ന് അത് ആ ഹാളിന്റെ പേര് എഴുതുക. അടുത്തത്, ഒരു പരിപാടി നടക്കുമ്പോൾ എപ്പോഴും നമുക്കിത് ഉദ്ഘാടനം ചെയ്യാൻ ഒരാള് വരും, അത് ഉറപ്പല്ലേ. അപ്പോ ഉദ്ഘാടകൻ അല്ലെങ്കിൽ ഉദ്ഘാടനം ആരെ കൊണ്ടാണ് നമുക്ക് ഉദ്ഘാടനം ചെയ്യിക്കേണ്ടത്? ഇപ്പൊ നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉദ്ഘാടനം ചെയ്യാൻ സുരേഷ് ഗോപിയാ വരുന്നത് അല്ലെ. അപ്പൊ നമുക്ക് സുരേഷ് ഗോപി എന്ന് എഴുതാം. സുരേഷ് ഗോപി. എന്നിട്ട് സുരേഷ് ഗോപി എന്ന് എഴുതുമ്പോൾ ബ്രാക്കറ്റിൽ നമ്മൾ സിനി ആർട്ടിസ്റ്റ് എന്നൊക്കെ ചിലവർ എഴുതും. പക്ഷെ സുരേഷ് ഗോപിക്ക് ഇപ്പൊ അങ്ങനെ നമ്മൾ ബ്രാക്കറ്റിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല, അദ്ദേഹം ഭയങ്കര ഫേമസ് അല്ലേ. അപ്പൊ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഉദ്ഘാടനം സുരേഷ് ഗോപി. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ വേദി ഇതാണ്. സമയം എഴുതാലോ അല്ലെ, ഇന്ന ദിവസം അല്ലെങ്കിൽ സമയം, അതും കൂടി എഴുതണം. ഡേറ്റ് അല്ലെങ്കിൽ ദിവസം സമയം, ദിവസവും സമയവും കൂടി എഴുതുക കേട്ടോ. ഉദ്ഘാടനം ദിവസം എന്ന് എഴുതിയിട്ട് അത് ഏതാണോ ദിവസം എന്താണ് അതിന്റെ ഡേറ്റ് അങ്ങോട്ട് എഴുതുക, അതിന്റെ ബ്രാക്കറ്റിൽ ആ സമയവും എഴുതുക. ഓക്കെ, എന്നിട്ട് അടിയിൽ ഏവർക്കും സ്വാഗതം എഴുതണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. കാരണം ഒരു പോസ്റ്റർ ആണല്ലോ ഈ പരിപാടി. പോസ്റ്റർ വായിച്ചിട്ട് വേണം നമ്മുടെ പരിപാടിക്ക് ആള് വരാൻ, മനസ്സിലായോ? അപ്പൊ പോസ്റ്റർ വായിക്കുന്ന ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവാൻ പാടില്ല എങ്കിടാ ഞാൻ ചെല്ലണ്ടേ എന്നുള്ളത്, ഏത് ദിവസമാണ് ചെല്ലേണ്ടത്, ഏത് സമയത്താണ് ചെല്ലേണ്ടത്, ഇതിനൊന്നൊരു സമയം ഒരു ഡൗട്ട് പാടില്ല. അപ്പൊ നമ്മൾ എത്തേണ്ട സ്ഥലം എഴുതി, സമയം എഴുതി, ഇനി നമ്മൾ സ്വാഗതം കൂടി പറയണം. അപ്പൊ ഇവിടെ ദിവസം കഴിഞ്ഞ അതിന്റെ താഴെ നിങ്ങൾക്ക് കാണുന്നില്ലേ മക്കളെ എഴുതുന്നത്? ഏവർക്കും സ്വാഗതം കേട്ടോ. ഏവർക്കും സ്വാഗതം. ഇത്രയും എഴുതിയാൽ ഒരു പോസ്റ്ററായി മക്കളെ. നിങ്ങൾ നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഒന്ന് എഴുതി വെക്കുക തന്നെ ചെയ്യുക. കാര്യം ഇത് റെക്കോർഡഡ് ആണ്, നിങ്ങൾക്ക് ആവർത്തിച്ച് കാണാനൊക്കെ സാധിക്കും അല്ലേ. എന്നാലും എപ്പോഴും ഇത് റീ അടിച്ചും ഫോർവേഡ് അടിച്ചും കാണുന്നേക്കാളും നല്ലത് ഈ പോസ്റ്റർ വളരെ പ്രധാനപ്പെട്ടതാണ്. പോസ്റ്ററിന്റെ ഒരു മാതൃക നിങ്ങൾ ഒന്ന് ഇപ്പൊ തന്നെ ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്തിട്ട് ഇപ്പൊ തന്നെ ഒന്ന് പകർത്തിയെടുത്തേ. ഓക്കെ, പുഷ്പോത്സവം കേട്ടാ. ശരി, ഇത് നമുക്ക് അടുത്തേക്ക് കിടക്കാം. വായിക്കട്ടെ കേട്ടോ മിസ്. അടുത്ത ചോദ്യം, അടുത്ത ചോദ്യത്തിലേക്ക് കിടക്കാം. പോസ്റ്റർ തയ്യാറാക്കുക. ഇതോട് കൂടിയിട്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ അവസാനിക്കുകയാണ് കേട്ടോ. 6ാമത്തെ പ്രവർത്തനമായി. അപ്പൊ നമ്മൾ ടോട്ടൽ ഇന്നൊരു 12 പ്രവർത്തനം പഠിച്ചു, 2 പാഠമായിട്ട് ഇല്ലേ. അപ്പൊ ഇത്ര മതി. നിങ്ങൾ
ഞാൻ ഇന്ന് തന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ലോണം പഠിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇത് വിട്ടൊരു പ്രവർത്തനം വരാൻ സാധ്യത കുറവാണ്. ഞാൻ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കുറേ നോക്കിയപ്പോൾ അങ്ങനെയാണ് കണ്ടിട്ടുള്ളത് കേട്ടോ. അപ്പൊ കത്തെഴുതുക, പത്രവാർത്ത തയ്യാറാക്കുക, ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക, പിന്നെന്താണ് പോസ്റ്റർ തയ്യാറാക്കുക, ഡയറി കുറിപ്പ് തയ്യാറാക്കുക. ഇത്രയൊക്കെ പഠിച്ചാൽ തന്നെ അത്യാവശ്യത്തിന് മാർക്ക് നിങ്ങൾക്ക് കിട്ടും. പിന്നെ മക്കളെ ഒരു കാര്യം കൂടി മിസ്സിന് പറയാനുള്ളത്, ഈ ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക എന്നുള്ളതിന് പകരം പേര് മാറ്റിയിട്ട് ചിലപ്പോ പ്രതികരണക്കുറിപ്പ് തയ്യാറാക്കുക, വിശകലനക്കുറിപ്പ് തയ്യാറാക്കുക എന്നൊക്കെ ചോദിക്കും നിങ്ങളോട്. കാര്യമൊക്കെ ഒന്ന് തന്നെയാ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിയാൽ മതി കേട്ടോ. കാര്യം ഈ ആസ്വാദനക്കുറിപ്പ് തന്നെയാണ് പേര് മാറ്റി ചോദിക്കുന്നത്. അപ്പൊ ഇത്തരത്തിലുള്ള കുറിപ്പ് തയ്യാറാക്കലും ഡയറി എഴുത്ത്, കത്തെഴുത്, പോസ്റ്റർ എഴുത്തുക, ഇങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ പൊതുവേ ഉള്ള പ്രവർത്തനങ്ങൾ കേട്ടോ. അപ്പൊ ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റിനെ ബേസ് ചെയ്തിട്ട് ഈ ഫോർമാറ്റ് മനസ്സിലാക്കി വെക്കുക, എന്നിട്ട് എഴുതിയാൽ നല്ല മാർക്ക് കിട്ടും. ഓക്കെ.